നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ഭഗവതി, ശ്രീ പരമേശ്വരി, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും വളരെ അടുത്തറിയുന്നവരെ, പ്രിയപ്പെട്ടവർ, ചെറുപ്പകാലം തൊട്ടിട്ട് കാണുന്ന ആൾക്കാർ, അത് പ്രത്യേകിച്ച് ശ്രീജിത്തും ഞാനും വളരെ ചെറിയ പ്രായം തൊട്ടേ ഒന്നിച്ച് പഠിച്ച് വന്നിട്ടുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്കൊരു ആത്മബന്ധം ഉണ്ട്. ആ കുടുംബമായിട്ടും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടും അതിനുശേഷം പിന്നെ ദേവിയായിട്ടും ഒക്കെ അത്രയും ഒരു അടുപ്പം സൂക്ഷിക്കാൻ സാധിച്ചത് ജീവിതത്തിലൊരു വലിയ സന്തോഷമാണ്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ ചെയ്ത ലളിതാ സഹസ്രനാമം ഏകദേശം 4 ലക്ഷം പേരൊക്കെയാണ് കേട്ടത് ഇതുവരെ. അത് ആ ഒരു പ്രഭാഷണത്തിൻ്റെ അല ഉണ്ടാക്കിയിട്ടുള്ളത് ചില്ലറയല്ല. കാരണം എന്താ വെച്ചാൽ അതിനുശേഷം ഇപ്പോൾ ഈ ഓരോ നാമം എടുത്തിട്ട് പ്രഭാഷണം വേണം എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ആവശ്യങ്ങളൊക്കെ അതിനുശേഷമാണ് ഉണ്ടായത്. അത്രയും ഗഹനമായിട്ടുള്ള ഇതിലേക്കൊന്നും ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് വിശേഷമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു ഇത്തവണ. കഴിഞ്ഞ വർഷമാണ് ഞാൻ ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ച് ഞാൻ അതിന് മുമ്പ് ഒരു പ്രഭാഷണം ചെയ്തിട്ടില്ല, അതാകെ ചെയ്തത് ഇവിടെയാണ്. അതേപോലെ സൗന്ദര്യലഹരി ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടില്ല. വളരെ ചെറുപ്പത്തിലേ ഞാൻ എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിലെ ഞാൻ പഠിച്ചു വന്ന ഒരു ടെക്സ്റ്റാണ് സൗന്ദര്യലഹരി. പ്രത്യേകിച്ച് എൻ്റെ കോളേജ് പഠനകാലം, പ്രീ ഡിഗ്രി തൊട്ടിട്ട് ഡിഗ്രി വരെയുള്ള, പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി വയസ്സൊക്കെ ഉണ്ട് കേട്ടോ, ശ്രീത്തിനുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഞങ്ങളുടെ കാലത്തൊന്നും +2 അല്ലല്ലോ. അപ്പോൾ അന്ന് 11th 12th ഇല്ല, പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി കാലത്തെ 2 വർഷവും പിന്നെ ഡിഗ്രിയുടെ 3 വർഷം, 5 വർഷക്കാലം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഭ്യസിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റായിരുന്നു സൗന്ദര്യലഹരി. അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിയോടുള്ള അന്നത്തെ തീവ്രമായിട്ടുള്ള ഭക്തി തന്നെയാണ് കാരണം. മൂകാംബിയോടുള്ള ഒരു എന്താ പറയുക, ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ അത്ഭുതമാണ്. കാരണം ഒന്നും അറിയാതെ നമുക്ക് ഒരു കടലിലേക്ക് എടുത്ത് ചാടാൻ എളുപ്പമാണ്. അറിഞ്ഞിട്ട് കടലിലേക്ക് എടുത്ത് ചാടുമ്പോൾ പേടി വരും, അപ്പോൾ ചാടാൻ തോന്നില്ല. അങ്ങനെ അന്ന് ഒന്നും അറിയാത്തതുകൊണ്ട് എടുത്ത് ചാടിപ്പോയതാണ്. സൗന്ദര്യലഹരി ഏറ്റവും കൂടുതൽ ഞാൻ ഉപാസിച്ചത് എന്ന് തന്നെ പറയാം പാലക്കാട് പുത്തൂർ തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആ ഭഗവതിയാണ്. വൈകുന്നേരം ദീപാരാധനയ്ക്ക് അധികം പേരൊന്നും കാണില്ല. എൻ്റെ അമ്മൂമ്മയുടെ ചേട്ടൻ ഒരാളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൃഹത്തിലത്തെ ഒരു അമ്മമ്മയുണ്ടാവും, ഞാനുണ്ടാവും. ഇന്ന് എന്തുകൊണ്ടോ അന്നത്തെ കാലത്ത് ഇത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ ദീപാരാധനാ സമയത്ത് നട തുറന്നു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ ചെല്ലുക, അതെൻ്റെ ഒരു പതിവായിരുന്നു. അപ്പോൾ ഈ കാണാപ്പാഠം പഠിച്ചിട്ട് പിന്നെ അത് പ്രയോഗിക്കുന്നത്, അതിൻ്റെ ഭീകരത മുഴുവൻ അനുഭവിച്ചിട്ടുള്ള പുത്തൂരമ്മയാണ്. ഞാൻ ചെല്ലുന്നതിൻ്റെ തെറ്റും ശരിയും ഒക്കെ ആ നടക്കലാണ് സമർപ്പിച്ചിരുന്നത്. അതിലെനിക്ക് വളരെ വിശേഷമായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ശ്ലോകമുണ്ട്. ജപോജൽപശില്പം സകലമഭിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലം ആത്മാർപ്പണ ദശ സപര്യാപര്യായ സ്തവ ഭവതുവന്മേ വിലസിതെന്ന്. ആചാര്യസ്വാമികളുടെ വരികളാണ്. നമ്മളൊന്നും ആരുമല്ല അതിൻ്റെയൊന്നും അർത്ഥം പറയാൻ. ജപോജൽപഹ, നമ്മളീ പെറുപിറുക്കുന്നതൊക്കെ അമ്മേ നിൻ്റെ ജപമായി തീരണേന്നാണ് പറഞ്ഞു. ശില്പം സകലമപി മുദ്രാവിരചന, ഞാൻ ഈ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഓരോ ആക്ഷൻസൊക്കെ കാണിച്ച് പലതും നമ്മൾ ആംഗ്യങ്ങൾ കാണിക്കും, അതൊക്കെ നിനക്കുള്ള പൂജയുടെ മുദ്രകളാവണേ. ഗതിപ്രാദക്ഷിണ്യം, നമ്മൾ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നടക്കുക, ആ നടക്കണതൊക്കെ പ്രദക്ഷിണാവണേന്നാണ്. അശനാദ്യാഹുതി വിധി, നമ്മുടെ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കുന്നത് അമ്മയ്ക്കുള്ള ഹോമങ്ങളാവണം. പ്രണാമസംവേശക സുഖമഖിലം ആത്മാർപ്പണ ദൃശ, വെറുതെ നമ്മൾ കിടന്നുറങ്ങിയ അല്ലെങ്കിൽ കിടന്നാൽ തന്നെ അത് അമ്മയ്ക്ക് നമസ്കാരമാണ്. നമ്മൾ എന്ത് ചെയ്താലും ആത്മാർപ്പണമായിട്ട് മാറണം.
സപര്യാപര്യായസ്തവ ഭഗവതുവന്മേ വിലസിക്കുന്നു. സപര്യ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പൂജ എന്നല്ല. സപര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ സ്വീകരിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആരാധനയാണ് സപര്യ. ആചാര്യസ്വാമികളുടെ തന്നെ മറ്റൊരു മഹത്തായിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണത്, ചെറിയൊരു കൃതിയാണ്. സപര്യാഹൃദയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അർച്ചകന്മാരൊക്കെ പഠിക്കേണ്ട പുസ്തകമാണ്. കാരണം പൂജ എന്നുള്ള ആരാധനാമാർഗത്തിൻ്റെ ശാസ്ത്രീയതയും ലക്ഷ്യവും എന്താണെന്ന് വൃത്തിയായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് സപര്യാഹൃദയം. ഒരു ലഘുകൃതി അത്, പക്ഷേ ഗഹനത അത്ര അധികമാണ്. എന്തിനാ പൂജ കഴിക്കണേ, എങ്ങനെയാണ് പൂജ കഴിക്കേണ്ടതെന്നൊക്കെ പറയണം. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ ജപോജൽപഹ എന്നുള്ള ഈ ശ്ലോകം ഇത് വളരെ കീ ആയിട്ടുള്ളൊരു ശ്ലോകമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ്. എന്തുകൊണ്ടാണ് ഇത് കീ ആയിട്ടുള്ള ശ്ലോകമാണെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു മന്ത്രത്തിന് അതിൻ്റെ ഋഷി, ഛന്ദസ്, ദേവത, കീലകം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഓരോ മന്ത്രത്തിനും അത് ആദ്യമായിട്ട് ആ മന്ത്രം കണ്ടെത്തിയ ഋഷി ആരാണ്, ഈ മന്ത്രം കണ്ടെത്തിയത്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മന്ത്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല, അത് അന്തരീക്ഷത്തിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, എവിടെ ഉണ്ട്. അത് കിട്ടുകയാണ് ഒരു വാസകന്, ഒരു ശബ്ദമായിട്ട് അല്ലെങ്കിൽ ഒരു രൂപമായിട്ട്, എഴുതി വയ്ക്കപ്പെട്ട രൂപത്തിൽ, പല രീതിയിലും വരും. അങ്ങനെയുള്ളവരെ ദ്രഷ്ടാവ് എന്ന് പറയും, കണ്ടവൻ, മന്ത്രത്തെ ആദ്യം കണ്ടവൻ. നമ്മുടെ എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ വിശ്വാമിത്രൻ, ഗാധിനോ വിശ്വാമിത്ര ഋഷി എന്നാണ് ഗായത്രിക്ക്. ഗാധിയുടെ പുത്രനായിട്ടുള്ള വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രം ആദ്യം കണ്ട ആൾ. അതേപോലെ വസിഷ്ഠ മഹർഷിയാണ് മൃത്യുഞ്ജയ മന്ത്രം ആദ്യം കണ്ട ആൾ, അതുകൊണ്ട് ഋഷി അദ്ദേഹമാണ്. അയ്യപ്പസ്വാമിയുടെ മിക്ക മന്ത്രങ്ങളും രേവന്തൻ എന്ന് പറയുന്ന ഋഷിയാണ് കണ്ടിട്ടുള്ളത്. നാരായണൻ്റെ ഓം നമോ നാരായണ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം, അഷ്ടാക്ഷരത്തിൻ്റെ ഋഷി നരനാരായണന്മാരിലെ നാരായണ മഹർഷിയാണ്. അതുകൊണ്ട് സാധ്യ നാരായണ ഋഷി എന്നാണ്. സാധകനായിട്ടുള്ള നാരായണൻ കണ്ടെത്തിയ നാരായണൻ്റെ മന്ത്രം, പരമാത്മാവായിട്ടുള്ള നാരായണൻ്റെ മന്ത്രം ഓം നമശിവായ. നമശിവായക്ക് ഋഷിയുണ്ട്. നമ്മൾ വിചാരിക്കും അത് എവിടുന്നോ അങ്ങനെ പൊട്ടി വന്നതാണ്, അങ്ങനെയല്ല. അത് കിട്ടാൻ ഒരാൾക്ക് ആദ്യം യോഗം ഉണ്ടാവും. വാമദേവൻ എന്ന് പറയുന്ന ഉപാസകനാണ് അത് കിട്ടിയിരിക്കുന്നത് ആദ്യം. അപ്പോൾ ഇങ്ങനെ ഞാനിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ സാധനാമാർഗത്തിലുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നാളെ കേൾക്കുന്ന ആൾക്കാർക്കും അതിലും സാധനാമാർഗത്തിൽ പോയിട്ടുള്ളവർക്ക് എന്താ ഋഷി എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് അറിയും. ഛന്ദസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഴുതിയ മന്ത്രത്തിൻ്റെ മീറ്ററാണ്, വൃത്തം. ഇത്ര അക്ഷരം എന്നുണ്ടാവും. ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ഇങ്ങനെയൊക്കെ ഛന്ദസ്സുകളുണ്ട്. ഇപ്പോൾ നരസിംഹസ്വാമിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഉഗ്രംവീര എന്നുള്ള മന്ത്രം അനുഷ്ടുപ്പാണ്. അത് ഇത്ര അക്ഷരം, ഗായത്രിക്ക് ഇത്ര അക്ഷരം. അതൊക്കെ ഗ്രാമറിൻ്റെ വിഷയമാണ്, നമുക്കിതിലേക്ക് വരുന്നില്ല. ഞാനൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു വരും. പിന്നെ ദേവത, ഏത് മൂർത്തിയെയാണ് ഈ മന്ത്രം അഡ്രസ്സ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യണത്, അത് ദേവത. ഏത് മന്ത്രത്തിനുണ്ട്. ഇത് 3 ഇനി ഇതൊന്നും അല്ലാണ്ട് പിന്നെ വരുന്ന ഒരു പ്രധാനതാണ്. മിക്ക എന്താ പറയുക മന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഋഷി, ഛന്ദസ്, ദേവത എല്ലാവർക്കും അറിയും. പിന്നെ 4മതൊരു സംഭവം പറയുന്നത് ഈ കീലകം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇതെന്താണെന്ന് ആർക്കും ഒരു പിടിയില്ല. അപ്പോൾ പണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ കീലകം എന്ന് പറഞ്ഞിട്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വെച്ച് കീല് എന്ന് പറയില്ല, നമ്മൾ ടാറിൻ്റെ ശരിക്കും ഞാൻ തമാശ പറയല്ല, അങ്ങനത്തെ എന്തോ ഒരു കരി, ഒരു പ്രസാദമോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്ന ഒരാളുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു ഇതെന്താ കീലകം എന്ന് പറഞ്ഞാൽ, അത് എന്നോട് അത് നമ്മുടെ ഈ കരിപ്രസാദമൊക്കെ ഇല്ലേ, അത് ടാറിൻ്റെ ഒക്കെ കീല് അതുപോലെ വർക്ക്ഷോപ്പിലൊക്കെ കാണില്ലേ, അതുപോലൊരു സാധനമാണെന്ന് പറഞ്ഞു. അത്രയ്ക്ക് എന്താ പറയുക നിരർത്ഥകമായിട്ടുള്ള അറിവുകൾ വരെ ഈ കീലകത്തിനെ കുറിച്ച് ഉണ്ടെന്നുള്ളതാണ് സത്യം. കീലകം എന്താണെന്ന് വെച്ചാൽ ആണി എന്ന കീലകം എന്ന് പറഞ്ഞ അർത്ഥം. ശ്രീപരമേശ്വരൻ കലിയുഗമായപ്പോൾ, പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ വൈകുണ്ഠാരോഹണം കഴിഞ്ഞപ്പോൾ, കലി ഇനി ലോകത്തിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കും എന്ന് ബോധ്യം ഉണ്ടായതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡക്കി എന്ന ഈ ലോകത്തിലുള്ള 63 കോടി മന്ത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 63 കോടി മന്ത്രങ്ങളിൽ ഗായത്രി അടക്കം എല്ലാറ്റിനും അങ്ങോട്ട് ശാപിച്ചു. ഇത് തെറ്റായവൻ്റെ കയ്യിൽപ്പെട്ട് നശീകരണ പ്രവണതകൾക്കും
സ്വാർത്ഥ ലാഭങ്ങൾക്കും ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു ശാപമോക്ഷവും അതിന് വെച്ചു. ആ ശാപമോക്ഷത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ് ഈ കീലകം പറഞ്ഞത്. കീലകം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയും ആപ്പ് വയ്ക്കുക എന്ന് പറയും. ഈ ആപ്പ് അടിച്ച് വയ്ക്കുക മരത്തിന്, അത് അങ്ങോട്ടും അല്ലാണ്ടോ, അത് എടുത്താൽ പെടുകയും ചെയ്യും. അതുപോലെ കീലകം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്, ആണി പോലും അല്ല, ഒരുതരം ആപ്പാണ് ആശാരിമാർ വെക്കുന്ന ആപ്പ് എന്ന് പറയും. ഈ മരപ്പണിക്കാർ ചെയ്യുന്നത് അവർക്കറിയാം അതിൻ്റെ ഒരു രീതി, അവർക്കേ അത് അഴിക്കാനും അറിയൂ. അപ്പോൾ ഈ കീലകം വെക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമെൻസായിട്ടുള്ള പവർ എടുത്ത് ആരും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് വിശേഷപ്പെട്ട മന്ത്രത്തിനും ഋഷി ഛന്ദസ് ദേവത കൂടാതെ കീലകം ഉണ്ടാവും. കീലകം മാത്രമല്ലാതെ ഈ ശാപോദ്ധാരണത്തിലുള്ള മന്ത്രം ഉണ്ടാവും. മന്ത്രത്തിന് ശാപം ഉണ്ടാവും, പഞ്ചാക്ഷരത്തിനുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുമോ അതൊക്കെ ഇപ്പോൾ എന്താ ഒരാൾ ജപിച്ചാൽ പോരാ? അല്ല, നമ്മൾ ഒരാൾ ആദ്യമായിട്ടൊരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന് ശാപോദ്ധാരണ മന്ത്രം ഉണ്ടാവണം. ആ മന്ത്രം ചൊല്ലി ആ മന്ത്രത്തിനെ ശുദ്ധീകരിക്കാനുള്ള ക്രിയകളൊക്കെ ഉണ്ട്. അതായത് മന്ത്രത്തിനെ കഴുകുക, ഉണക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് നാടൻ ഭാഷയിൽ നമ്മൾ കഴുകുക, ഉണക്കുക എന്നൊക്കെ പറഞ്ഞ പോലുള്ള പ്രക്രിയകൾ മന്ത്രത്തിനുണ്ട്. അങ്ങനെ ശുദ്ധമാക്കിയതിന് ശേഷമാണ് ഇത് ഉപാസനയിൽ കൊണ്ടുവരിക. ഞാൻ എന്തിനപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ശ്ലോകം പറഞ്ഞു, ജപോ ജൽപ്പ എന്നുള്ള ശ്ലോകം പറഞ്ഞു. സൗന്ദര്യലഹരിയുടെ മഹിമയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഓവറായിട്ട് അതിൻ്റെ ഉപയോഗമോ താന്ത്രിക വശങ്ങളോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്കിവിടെ അതിൻ്റെ ഭക്തിയുടെ, അതിൻ്റെ മനോഹാരിതയുടെ വശങ്ങളെക്കുറിച്ച് അതിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. ഈ മന്ത്രത്തിൻ്റെ സൗന്ദര്യലഹരി 100 ശ്ലോകം ഒരു മന്ത്രമാണ്. അതാണ് അതിൽ ആദ്യം പഠിക്കാനുള്ള കാര്യം. സൗന്ദര്യലഹരി നമ്മൾ കരുതുന്ന ഒരു 100 ശ്ലോകങ്ങളായിട്ടുള്ളൊരു സ്തോത്രകൃതി മാത്രമല്ല, അതൊരു മഹാമന്ത്രമാണ്. ആ മന്ത്രത്തിന് ഒരു ദേവതയുണ്ട്, ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്. ദേവത, ഋഷി, ഛന്ദസ് വന്നാൽ അത് മന്ത്രമാണെന്ന് 100% നമുക്ക് ഉറപ്പായി. ഗോവിന്ദൻ എന്നാണ് ഋഷിയുടെ പേര്. ഗോവിന്ദൻ എന്നാണ് ഋഷിയുടെ പേര്. നമ്മൾ വിചാരിക്കും ശങ്കരാചാര്യസ്വാമി എഴുതിയിട്ടുള്ളത്, പക്ഷെ ഋഷി ഗോവിന്ദനാണ്. ആരായി ഗോവിന്ദൻ? ഗുരുവായൂരപ്പനായിട്ടുള്ള ഗോവിന്ദനല്ല, ഗോവിന്ദ ഭഗവത്പാദർ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. ആചാര്യസ്വാമികളുടെ ഗുരുനാഥനായിട്ടുള്ള ഗോവിന്ദ ഭഗവത്പാദരാണ് സൗന്ദര്യലഹരി മന്ത്രത്തിൻ്റെ ഋഷിയായിട്ട് പറയുന്നത്. ഛന്ദസ് അനുഷ്ടുപ്പാണ്. ദേവത ശ്രീ മഹാത്രിപുരസുന്ദരി. ആ വാക്കിൽ തന്നെ ഉണ്ട്, വെറുതെ ത്രിപുരസുന്ദരിയല്ല, വെറുതെ സുന്ദരിയല്ല, ശ്രീ ത്രിപുരസുന്ദരിയല്ല, ശ്രീ മഹാത്രിപുരസുന്ദരി. അത് വെറുതെ ഒരു വിശേഷണത്തിന് കൊടുക്കാൻ വേണ്ടി കൊടുക്കണമല്ല. ആ ഓരോ അക്ഷരം, ഓരോ വാക്ക്, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞത്. ഏത് മന്ത്രത്തിനും ഈ കീലകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചു, അത് വരാം അതിലേക്ക്. അതിനു മുമ്പ് ഏത് മന്ത്രത്തിനും ഒരു വിത്ത് വേണം, ഒരു സീഡ് വേണം. അതിൽ നിന്നാണ് ഈ മന്ത്രം സ്പ്രൗട്ട് ചെയ്യുക. അതിങ്ങനെ മുളച്ച് കൊണ്ട് അതിനെ ബീജം എന്ന് പറയും. സൗന്ദര്യലഹരിയിൽ ഈ ബീജം, കീലകം, ഇതൊക്കെ ഓരോ ശ്ലോകങ്ങളാണ്. അതായത് സൗന്ദര്യലഹരിയിൽ ഏതൊരു മഹാമന്ത്രത്തിനാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ബീജം ഇരിക്കുന്നത് 1ാമത്തെ ശ്ലോകത്തിൽ ശിവശക്തിയായുക്തോ യദിഭവതി ശക്ത പ്രഭവിതും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ശ്ലോകത്തിലാണ്. അതാണ് അതിൻ്റെ ബീജം. ഇനി ഇത് സ്പ്രൗട്ട് ചെയ്ത് വരാൻ ഒരു പ്രേരകമായിട്ടുള്ളൊരു ഫോഴ്സ് വേണം. ഒരു വിത്ത് പൊട്ടി മുളയ്ക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണ്ടേ? ടപ്പ് പൊട്ടണേ. അതെങ്ങനെ പൊട്ടണു? അത് ശക്തി. ആ ശക്തിയാണ് പിന്നെ വളർന്ന് അങ്ങോട്ട് പന്തലിക്കണത്. അതിൻ്റെ നമ്മൾ ഇപ്പം എന്താ, ഒരു കഥന, ആ കഥനയുടെ അകത്ത് തീ കൊടുക്കുന്ന സമയത്ത് അനവധി വാതകങ്ങൾ അതിൻ്റെ റിയാക്ഷനായിട്ട് ഉണ്ടായിട്ട് അതിനെ അങ്ങനെ ആമരത്തിൽ വെച്ചിരിക്കണോണ്ടാണ് ആ സ്ഫോടനം ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എങ്ങനെ പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വസ്തുവും പ്രപഞ്ചത്തിൽ ബീജരൂപത്തിൽ ഇരുന്നിട്ട് ഒരു ശക്തിയെ കൊണ്ടാണ് പൊട്ടി പുറത്ത് വരുന്നത്. ഒരു കൊച്ചു തരി പോലുള്ളൊരു സാധനമാണ് ആലിൻ്റെ വിത്ത്. അതിൽ നിന്നാണ് ഇത്രയും വലിയ ആൽവൃക്ഷം ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഉണ്ടാവുന്ന പ്രോസസ്സ് എത്രയോ 1000 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 100 കൊല്ലം കൊണ്ടോ വാട്ടവറായിരിക്കാം. അത് മുഴുവൻ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
ഒരു സ്ഫോടനം ഉണ്ടാവുക. ഊർജത്തിനെ അങ്ങോട്ട് വളരെ ഗ്രാജുവലായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പുറത്ത് കൊണ്ടുവരുന്നതിന് പകരം അതിനെ ഒറ്റയടിക്ക് തുറന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു സ്ഫോടനമാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും അനവധി വർഷങ്ങൾ കൊണ്ട് എടുക്കുന്നൊരു കാര്യമാണെങ്കിലും അതിൻ്റെ അകത്ത് അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ശക്തി ഇരിപ്പുള്ളതുകൊണ്ടാണ് അത് പൊട്ടി പുറത്തു വരുന്നത്. അപ്പോൾ അതിനെ ശക്തി എന്ന് പറയും. സുധാസിന്ധോർ മധ്യേ സുരപിടപിവാടി പരിപ്രതേ നിലോപവനമതി ചിന്താമണി ഗൃഹ എന്ന് പറഞ്ഞ ഒരു ശ്ലോകം ഉണ്ടായിരുന്നത്. അത് 8ാമത്തെ ശ്ലോകമാണ്. 1ാമത്തെ ശ്ലോകം ബീജാണ്. അതിൻ്റെ ശക്തി സുധാസിന്ധോർ മധ്യേ എന്നുള്ളതാണ്. ശ്രീചക്രത്തിൻ്റെ ഘടനയാണ്. ശ്രീചക്രത്തിനെ എങ്ങനെയാണ് ദേവിയുടെ അധിഷ്ഠാനമായിട്ട് വർണ്ണിക്കണത്, അതാണ് ഈ 8ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞാൽ കീലകം. കീലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യലഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രത്തിനെ എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നുള്ളതാണ്. ഏത് മന്ത്രത്തിനും കീലകം അതിനാണ്. പ്രാക്ടിക്കലി യൂസ് ചെയ്യൽ തടയാനാണല്ലോ കീലകം വെച്ചിരിക്കുന്നത്. അപ്പം കീലകം ആ ആണി ഊരിയ അതിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. സൗന്ദര്യലഹരി നമ്മൾ ഇന്ന് പഠിപ്പിക്കണം എന്ത് പറഞ്ഞിട്ടാണ്? കാശുണ്ടാക്കാം, ജോലി മേടിക്കാം, കല്യാണം കഴിക്കാം, പ്രണയം സാഫല്യമാക്കാം, കടങ്ങൾ തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാരെ കൊണ്ട് സൗന്ദര്യലഹരി പഠിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പ്രയോജനം 27ാമത്തെ ശ്ലോകത്തിലായിരിക്കുന്നത്. ഞാൻ നേരത്തെ ചൊല്ലിയത് ജപോ ശില്പം സകലമപി മുദ്രാവരിച്ച നമ്മുടെ ജീവിതം തന്നെ അമ്മയ്ക്കുള്ള ആരാധനയാക്കി മാറ്റാനാണ് സൗന്ദര്യലഹരി അതിൻ്റെ പ്രായോഗികതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ബബിള് കുത്തിപ്പൊട്ടിച്ചില്ലേ. കാര്യസാധ്യത്തിന് വേണ്ടി സ്തോത്രം പഠിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സൗന്ദര്യലഹരി ഇഷ്ടംമാതിരി പേര് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വാട്സപ്പിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഒക്കെയുണ്ട്. ഒരു വിഭാഗം ആൾക്കാരത് സാധാരണക്കാർക്ക് കാര്യസാധ്യത്തിന് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സ്തോത്രമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നവർ. ഇനി വേറൊരു വിഭാഗം ആൾക്കാർ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇത് ഞങ്ങളെപ്പോലുള്ള മഹാബുദ്ധിമാന്മാർക്ക് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളവരുടെ അങ്ങനെ ഒരു വിഭാഗം. അമ്മ ഇത് രണ്ടിൻ്റെയും നടുക്ക് താടിക്ക് കൈ കൊടുത്തിട്ടിരിക്കും. ഇതെന്താ ചെയ്യേണ്ടതെന്നറിയാം. കാരണം ഇതിൻ്റെ യഥാർത്ഥ പർപ്പസ് സമർപ്പണം പഠിപ്പിക്കും, ശരണാഗതി പഠിപ്പിക്കും. ആ സമർപ്പണ ബുദ്ധി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദേവിയെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറെ ഒന്നും കിട്ടാനില്ല, സകലതും കിട്ടി. ഈ സൗന്ദര്യലഹരിയുടെ 27ാമത്തെ ശ്ലോകമായിട്ടുള്ള ഈ ജപോ ജൽപ്പ ശില്പം എന്നുള്ള ഒരൊറ്റ ശ്ലോകമെങ്കിൽ ഈ 100 ശ്ലോകം പഠിച്ചില്ലെങ്കിലും കാണാപ്പാടം പഠിക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം വിചാരിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതിൽ പറയണ ഈ ടെക്നിക്ക് നിങ്ങളുടെ ഏത് ഇഷ്ടദേവനും പ്രയോഗിക്കാം. അമ്മയ്ക്കെന്ന് തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല. ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. നാരായണനാണെങ്കിലും അമ്മയാണെങ്കിലും മഹാദേവനാണെങ്കിലും ഒക്കെ ഒരേ ബ്രഹ്മവസ്തുവാണ്. ആചാര്യൻ അദ്വൈതി ആയിരുന്നുകൊണ്ട് നമുക്ക് ആ കണ്ണിൽ തന്നെ സൗന്ദര്യലഹരിയുടെ കോർ വശങ്ങളൊക്കെ കണ്ടുപോകാൻ പറ്റും. മന്ത്രത്തിൻ്റെ ആ ദേവതയെ നമ്മളൊരു തീനാളമായിട്ട് കണ്ടാൽ, നമ്മൾ ഏത് മന്ത്രത്തിനും ഒരു ദേവത ഉണ്ടാവും. ആ ദേവതയ്ക്ക് ഗായത്രി എന്ന് പറഞ്ഞാൽ സവിത, നമ്മുടെ ആന്തരികമായിട്ടുള്ള ആത്മാവിനെയാണ് സവിതാവ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പുറത്ത് കാണുന്ന സൂര്യനല്ല. അകത്തുള്ള ആത്മാവിനെ ഒരു ജ്വാലയായിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ പഞ്ചാക്ഷരം ചെല്ലുമ്പോൾ മഹാദേവനെ ഒരു ജ്വാലയായിട്ട് കണ്ടാൽ, അതല്ല നാരായണനെ ഓം നമോ നാരായണ ചെല്ലുമ്പോൾ ഒരു ജ്വാലയായിട്ട് കണ്ട, അല്ലെങ്കിൽ നവാക്ഷരി ചെല്ലുമ്പോൾ അമ്മയെ ഒരു ജ്വാലയായിട്ട് കണ്ട, അതേപോലെയാണ് സൗന്ദര്യലഹരിയിൽ ഈ ജപോ ജൽപ്പഹ എന്നുള്ള ഈ കീലക ശ്ലോകം. അതൊരു ജ്വാലയാണ്. അതിൽ നിന്നാണ് ദേവിയുടെ തേജസ് നമ്മളിലേക്ക് വരുന്നത്. ശിവൻ്റെ അപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു സ്തുതിയുണ്ട്. നമ്മൾ കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനം, നമ്മളൊക്കെ കുട്ടിക്കാലത്തെ ചൊല്ലി പഠിച്ചിട്ടുള്ളതാണ്. അത് അതിൻ്റെ അവസാന ഭാഗത്താണ്. ആ സ്തോത്രത്തിൽ ഏകദേശം ഇതേ അർത്ഥത്തിൽ ആചാര്യസ്വാമികൾ വേറൊന്നും എഴുതിയിട്ടുണ്ട്. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാശരീരം ഗൃഹം പൂജാദേ വിഷയോഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗുരോ യദ്യത്കർമ്മകരോമി ദത്തതകിലം ശംഭോ തവാരാധനം. ആത്മാത്വം, എൻ്റെ ആത്മാവ് നീയാണ്. ഗിരിജാമതി, എൻ്റെ ബുദ്ധി, വിവേചന ബുദ്ധി അമ്മയാണ്.
സഹചരാ പ്രാണ ശരീരം ഗൃഹം. നിന്റെ സഹചരന്മാരായിട്ട് നടന്ന ഈ ഭൂതാണങ്ങളുണ്ടല്ലോ, അവരാണ് എൻ്റെ അകത്തുള്ള പ്രാണങ്ങളൊക്കെയാണ്. പ്രാണാദികളൊക്കെ നിന്റെ വീടാണ് എൻ്റെ ശരീരം. പൂജാതേ വിഷയോപഭോഗരചന. ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ സുഖാനുഭവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ നിനക്കുള്ള പൂജയാണ്. നിദ്ര സമാധിസ്ഥിതി, എൻ്റെ ഉറക്കം നിന്നെ അനുഭവിച്ചറിയണ സമാധിയാണ്. സഞ്ചാരപ്പതിയോ, ഞാൻ വെറുതെ അവിടെയൊക്കെ കറങ്ങി നടന്ന അതൊക്കെ നിനക്കുള്ള പ്രദർശനമാണ്. സ്തോത്രാണി സർവാഗിരോ വിദ്യത്കർമ്മകരോ തത്വതകിലം സംഭവതവാര. ഞാൻ എന്തൊക്കെ പലതും വിളിച്ചു പറയും, അതൊക്കെ പറഞ്ഞൊക്കെ നിനക്കുള്ള സ്തോത്രം. നോക്കൂ, ഇങ്ങനെ സമ്പൂർണ്ണ സമർപ്പണാവസ്ഥയെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ച് ഞാൻ എല്ലായ്പ്പോഴും സാധാരണ ഞാൻ കൂടുതലും ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത് പറയാറ്. നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്ഥലത്ത് പോയി ചിലപ്പോൾ ഇരുന്ന് നിത്യം ഒരു കൃത്യസമയത്ത് ഇത്ര ഡ്യൂറേഷനിൽ ഒരു സിംഗിൾ പോയിന്റിലേക്ക് ധ്യാനിച്ചിട്ടോ ജപിച്ചിട്ടോ ഒന്ന് ഉപാസന ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിനുള്ള മാർഗം എന്താ? രാവിലെ എണീച്ച് ആ പ്രവർത്തികൾ തുടങ്ങുന്ന സമയം തൊട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചിലപ്പോൾ കാണുന്ന സകല വസ്തുക്കളിലും ഭഗവാനെ കാണാൻ പഠിക്കുക എന്നുള്ളത്. ചെയ്യണതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാം. എന്നിട്ട് മെഴ്സിഡീസ് ഓടിച്ചോളൂ, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചോളൂ, എന്താ പറയുക, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. സമർപ്പണ ബുദ്ധി എന്തിലും കൊണ്ടുവരാൻ സാധിച്ചാൽ അതിന് ഇന്ന കാലഘട്ടം എന്നുള്ളൊരു വിഷയം വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂനെയിൽ ഈ സപ്താഹം നടക്കുന്ന സമയത്ത് സാധാരണ തത്വം ഞാൻ കൂടുതൽ പറയാറ്, അതിലും കൂടുതൽ തത്വം പറഞ്ഞിട്ടുണ്ട് ഇത്തവണ. ഭാഗവതത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് പറയാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹസ്ഥർക്ക് ഉപകാരപ്പെടണം ഇത്തരം ഗ്രന്ഥങ്ങൾ എന്നുള്ളത് ആഗ്രഹിച്ചിട്ടാണ്. നമ്മളിത് മുഴുവൻ കഥ പോലെ കേട്ട് എന്തോ ഇതൊരു മോഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് മാതിരിയാക്കി. സൗന്ദര്യലഹരി പഠിക്കുകയാണെങ്കിലും അതിലും എൻ്റർടൈൻമെൻറ്റാണ് നോക്കണം ആൾക്കാർ. രസിക്കുന്ന പോലെ പറഞ്ഞു എന്ന് പറയും. എന്താ കാര്യം? ആ രസിക്കണ പോലെ പറഞ്ഞിട്ട് വീടെത്തിയാൽ മറന്നു, ഒന്നും അകത്തേക്ക് കിട്ടുന്നില്ല, ഒന്നും അകത്തേക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞാൻ പല പ്രഭാഷണങ്ങളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കാര്യങ്ങളൊക്കെ പ്രോസസ് ഹെവിയാണ്, ചിട്ട വളരെയധികമാണ്. പ്രകൃതി ആയതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് കറക്റ്റ് പിടിച്ച് പോകണം. അവിടെ ഒക്കെ ഭക്തിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒക്കെ അമ്മ ക്ഷമിച്ചോളെന്ന് പറഞ്ഞാൽ അടി പാഴ്സലാണ്. അവളുടെ അടുത്ത് നീക്കുപോക്കുകളില്ല. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ട് ആ സ്റ്റെപ്പുകൾ തെറ്റുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും. അല്ലാണ്ട് അതിലൊരു ഉപേക്ഷ വിചാരിച്ച അതൊക്കെ ഞാൻ ഭയങ്കര ഭക്തിയുള്ള ആളാണ് അതുകൊണ്ട് അമ്മ അതൊക്കെ നോക്കിക്കോളും പറഞ്ഞിട്ട് എന്ത് തോന്നിയവാസം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ രീതികളിൽ പറ്റില്ല. അതുകൊണ്ടാണ് തന്ത്രത്തിന് ഇത്രയ്ക്കധികം എന്താ പറയുക ഗൗരവ സ്വഭാവം വന്നത്. ഇതേ വിഷയം ഉപാസകരുള്ള ഒരു വേദിയിൽ പറയുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ എന്താ വെച്ചാൽ ഭാഗ്യത്തിന് ബാലേട്ടൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ബാലേട്ടൻ ഇത് രണ്ടും അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ 1, 8, 27 ഈ 3 മന്ത്രങ്ങൾ ശിവശക്തിയായുക്തോയ ദിഭവതി ശക്ത പ്രഭവിതും ഉള്ള 1ാമത്തെ മന്ത്രം ബീജം, 8ാമത്തെ ശ്ലോകം സുധാസിന്ധോർ മധ്യേ സുരവിടപിവാടി പരിവൃതേ ദിവോപവനവധി ചിന്താമണി ഗൃഹ എന്നുള്ള 2ാമത്തെ ഈ ശക്തിയായിട്ടുള്ള മന്ത്രം. അതിന് ശക്തി ബീജം, ശക്തി കീലകായിട്ടുള്ള 27 ജപോജൽപശില്പം സകലം. 100 ശ്ലോകങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇത് 3 അർത്ഥം മനസ്സിലാക്കുക. 27ാമത്തെ ശ്ലോകമായിട്ടുള്ള ജപോജൽപ കാണാപ്പാടം പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക. സൗന്ദര്യലഹരി കയ്യിൽ വന്നു കഴിഞ്ഞു. സൗന്ദര്യലഹരി കയ്യിൽ വന്നു കഴിഞ്ഞു. 1ാമത്തെ ശ്ലോകം എന്തുകൊണ്ട് ബീജായി എന്ന് ചോദിച്ചാൽ ശിവന് പോലും ശക്തിയാകണവളെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ സകല വസ്തുക്കൾക്കും അധിഷ്ഠാനമായിട്ട് എന്തൊരു ശക്തി ഇരിക്കണോ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് അത് ബീജമാണത്. അപ്പോൾ ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചത്തിനെ മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് 1ാമത്തെ ശ്ലോകം പഠിക്കാനുള്ള ഇത് പറഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടായിട്ടുള്ള ലോകത്തിൻ്റെ ഘടന എന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രീചക്രത്തിൻ്റെ ഘടനയെ പറഞ്ഞ 8ാമത്തെ ശ്ലോകം പറയണു. സുധാസിന്ധോർ മധ്യേ അമൃതക്കടലിൻ്റെ നടുക്ക് സുരവിടവിവാടി പരിവൃത ഒരു ദിവ്യമായിട്ടുള്ള ദേവോദ്യാനത്തിൽ നിബോവന അതിനൊരു ഉപവനമുണ്ട്. അതിൻ്റെ അകത്ത് അതൊരു എക്സ്ട്രാ സ്പെഷ്യൽ ഗാർഡൻ.
ഒരു വലിയ ഗാർഡൻ, അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഗാർഡൻ. ഇപ്പോൾ അനവധി ചിന്താമണി ഗൃഹേ, ചിന്താമണി എന്ന് പേരോട് കൂടിയിട്ടുള്ളൊരു വീട്. എന്ത് ഈ ചിന്താമണി? ശരീരം തന്നെ, പ്രപഞ്ച ശരീരം, നമ്മുടെ ശരീരം, അതൊക്കെ അതിൽ പെടും. ചിന്താമണി എന്ന് പറഞ്ഞാൽ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ആഗ്രഹിക്കുന്നത് തരുന്ന വസ്തു. അതിനോട് പോയിട്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ അതാ തരും. സെവന്തകം ചിന്താമണിയായിരുന്നു. ദിവസം 8 ഗ്രാം സ്വർണം കൊടുക്കുമായിരുന്നു. 8 തൂക്കം സ്വർണം കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജ്വല്ലറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഭാഗവതത്തിൽ ഈ സെവന്തകം പറയുന്ന സമയത്ത് ഞാൻ സെവന്തകം പറയാൻ പോവാണ്. അവിടെ പാരായണം നടക്കുക താഴെ. ഞാൻ മുകളിലേക്ക് വന്ന് റൂമിലേക്ക് വന്നു. എന്നിട്ട് പ്രഭാഷണത്തിന് പോവാ. ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ക്രിസ്മസ് സെയിലിൻ്റെ മെസ്സേജ് വരുന്നത് എനിക്ക്. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെവന്തകത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും സ്വർണ്ണം അവിടെ വന്നു. അപ്പോൾ പരസ്യം പറഞ്ഞതല്ല. അപ്പോൾ ഇതുപോലെ ആ അർത്ഥത്തിലല്ല ചിന്താമണി എടുക്കേണ്ടത്. ഇവിടെ എല്ലാവരും ചിന്താമണി എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ചത് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തോ ഈ നോട്ടച്ചടിച്ചിട്ട് തരണ പോലെയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ചിന്താമണി അതല്ല. ചിന്താമണി ആഗ്രഹിക്കുന്നത് എന്തും തരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏറ്റവും വലുതാണ് അവിടെ ചോദിക്കേണ്ടത്. മോക്ഷത്തെ ചോദിക്കേണ്ടത്. ചിന്താമണിക്ക് വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ സന്ദർഭവശാൽ അത് വന്നപ്പോൾ പറയാം. അർദ്ധനാരീശ്വരനെ ചിന്താമണി എന്നാണ് പറയുക. പകുതി ശിവനും പകുതി ഉമയുമായിട്ടുള്ള, മഹാദേവനും ഉമയുമായിട്ടുള്ള ആ അർദ്ധാർദ്ധ ശരീരത്തോട് കൂടിയിട്ടുള്ള ഭാവത്തിനെ ചിന്താമണി എന്നാണ് പറയുക. ആ മന്ത്രം ഉച്ചാരണമൊക്കെ വളരെ കഷ്ടമാണത്. അത് ഗുരുവിൻ്റെ മുഖത്തുനിന്ന് തന്നെ കിട്ടണം. ഒറ്റ അക്ഷരമാണെന്ന് വെച്ചാൽ ആണ്. എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള അക്ഷരമാണ്. എങ്ങനെ അത് പറയുന്നു ചോദിച്ചാൽ വളരെ കഷ്ടമാണ്. അത് സ്വായത്താക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരിയാണ്, കൽപ്പവൃക്ഷം പോലെയാണ്. സൈഡ് ഇഫക്റ്റും വളരെയധികമാണ്. കഠിന ബ്രഹ്മചര്യം വേണം അതിൻ്റെ ഉപാസനയ്ക്ക്. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താണെങ്കിലും ആ ചിന്താമണി എന്ന് പേരുള്ള വീട്ടിൽ, ചിന്താമണി ഗൃഹേ, അവിടെ ഒരു കട്ടിലിട്ടുണ്ട്. ഒരു മഞ്ചം, ഒരു കട്ടിൽ. ആ മഞ്ചത്തിൻ്റെ പേര് ശിവൻ എന്നാണ്. ശിവൻ്റെ ആകാരമായിട്ടുള്ള മഞ്ചത്തിൽ, ശിവാകാരേ മഞ്ചേ, അതിലൊരു കിടക്കിയിട്ടിട്ടുണ്ട്. ആ കിടക്കയുടെ വീട് പരമശിവൻ എന്നാണ്. പരമശിവൻ അഥവാ ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം. അതിലിരിക്കുന്നു. ആ കിടക്കയിൽ അവിടെ ഇരിക്കുകയാണ്. ആര്? അമ്മ. അതിന് 4 കാല, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ഈശാന്യം. ശിവൻ തന്നെ 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കിരിക്കണമെന്നാണ് ദേവി. ആ ദേവി ആ ഇരിക്കുന്നതിനെയാണ് ശ്രീചക്രത്തിൻ്റെ നടുക്ക് ആ ഒരു ഡോട്ട്, ബിന്ദു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ചക്രത്തിൻ്റെ ഘടനയെക്കുറിച്ചൊന്നുമല്ല നമ്മളിവിടെ പറയണം. ഞാൻ സൗന്ദര്യലഹരിയിൽ ഇതെങ്ങനെയാണ് വരണമെന്ന് പറയും. അതുകൊണ്ട് ആ ഘടനയെ പഠിപ്പിക്കുന്നു 8ാമത്തെ ശ്ലോകം. അപ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യം 1ാമത്തെ ശ്ലോകത്തിൽ നിന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ സൃഷ്ടിയുടെ എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി ഓൾ അബൌട്ട്? നമ്മളെന്താണ്, നമ്മൾ കോറായിട്ട് എന്താണ്, നമ്മൾ എവിടുന്ന് വന്നു, എവിടേക്ക് പോകണമോ, ഇതിൻ്റെ അന്വേഷണമാണല്ലോ ആധ്യാത്മികത. അപ്പോൾ അത് 1ാമത്തെ ശ്ലോകത്തിൽ നിന്ന് കിട്ടി. നമ്മൾ ഇരിക്കുന്ന ലോകത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും ഘടനയാണ് 8ാമത്തെ ശ്ലോകം പഠിപ്പിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ കണ്ടാൽ ശ്രീചക്രം, പുറത്ത് നമ്മൾ കാണാവുന്ന രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അതിനൊരു ജോമിതീയമായിട്ടുള്ളൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. അപ്വേർഡ് പോയിൻറ്റിങ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഉണ്ടാവും, ലോവർ സൈഡിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ട്രയാങ്കിൾസ് ഉണ്ടാവും. പക്ഷെ അതേത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സങ്കല്പിക്കാനും സാധിക്കും. പുറത്ത് സങ്കല്പിക്കുന്ന രീതികളെ കൗളാദികളൊക്കെ പറയും, കൗളം എന്നൊക്കെ പറയും. അകത്ത് സങ്കല്പിച്ചാൽ അത് സമയം എന്ന് പറയും. ധ്യാനത്തിൽ കൂടെ ശ്രീചക്രത്തിനെ ആരാധിക്കുന്നത് സമയം. ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ തൊട്ടുപോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങൾ 8ാമത്തെ ശ്ലോകത്തിൻ്റെ അകത്തുണ്ട്. അതൊരു ചില്ലറ ഒരു ബുദ്ധിക്ക്, ഒരു ധിഷണയ്ക്ക് ഇങ്ങനൊരു ഗ്രന്ഥം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് എവിടുന്ന് വന്നു? അപ്പോൾ അതുകൊണ്ട് കുറേ കഥകളൊക്കെ ഉണ്ട്. വഴിയെ വരാം. ശങ്കരന് ഇത് കൈലാസത്തുനിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. ശങ്കര ഭഗവത്പാദർക്ക് കൈലാസത്തുനിന്ന് ഇത് കിട്ടിയതാണെന്ന്. അദ്ദേഹം എഴുതിയതല്ല ആദ്യത്തെ 41 ശ്ലോകം. നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട 3 ശ്ലോകങ്ങളും ഈ 41 ശ്ലോകത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു. 1, 8, 27. 41 ശേഷം വരുന്നത് 100 വരെ കിടക്കണ
ബാക്കി ശ്ലോകങ്ങളെ ഇതിൽ 59 അദ്ദേഹം പിന്നെ ആഡ് ചെയ്താണെന്നാണ് സങ്കല്പം. അത് ലാംഗ്വേജ് ജമ്പിങ് എന്ന് പറയും. നമുക്ക് കാണാം, ഒന്ന് വേറൊരാൾ അയാളുടെ സ്റ്റൈലിൽ എഴുതുകയും പിന്നെ ഒരാൾ വന്നിട്ട് അതിലേക്ക് ആഡ് ഓൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ലാംഗ്വേജ് ജമ്പ് ചെയ്യും. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇപ്പോൾ കുമാരസംഭവം കാളിദാസൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ അശ്ലീലമായിട്ടുള്ള ഭാഗങ്ങൾ ഒരുപാടുണ്ട്. അത് കണ്ടറിയാം ലാംഗ്വേജ് വേറെ ജമ്പ് ചെയ്താണ്, അത് വേറെ ആരോ എഴുതി കയറ്റിയതാണ്, അത് നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇന്ന് കോളേജിൽ പഠിപ്പിക്കുന്നത് സംസ്കൃത നാടകം അല്ലെ കാവ്യമായിട്ടൊക്കെ പഠിപ്പിക്കുന്നത് മൊത്തം ടെക്സ്റ്റാണ് പഠിപ്പിക്കുന്നത്. സൗന്ദര്യലഹരിക്ക് ഇതേ വിഷയമാണ്. സൗന്ദര്യലഹരിയിൽ ഈ ആദ്യത്തെ 41 എണ്ണത്തിനെ വളരെ ദിവ്യവും വിശേഷവുമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചാറ് എന്ന് പറയുന്നത് ആനന്ദമാണ്. ഏതൊരു ആനന്ദത്തിനെയാണോ ഭട്ടവാതിൽ സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞ് തുടങ്ങിയത്, അതേ ആനന്ദത്തിൻ്റെ ദേവീപരമായിട്ടുള്ള രൂപമാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഈ ഗുരുവായൂർ നാരായണീയം എഴുതിയുണ്ടായ കഥ തന്നെ ഒരു വിചിത്രമായിട്ടൊരു കഥയുണ്ട്. ഇതത്ര ഫേമസ് ആയിട്ടുള്ള കഥയൊന്നുമല്ല, പഴയ ആചാര്യന്മാരൊക്കെ ചിലർ പറയാറുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് ഇടത്തിരുത്തവലെ ഭഗവതിയുടെ അവിടെ ഇരുന്നിട്ട് ഒരാൾ വളരെ മധുരമായിട്ട് സൗന്ദര്യലഹരി ചെല്ലുക അത്രേ ഒരു ദിവസം. അപ്പോൾ ഉണ്ണി അവിടെയൊക്കെ നടക്കുക രാത്രി. മൂപ്പർ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ വന്നപ്പോൾ ഒരു ഭക്തൻ ഇരുന്നിട്ട് ഭഗവതിക്ക് ഇങ്ങനെ ഈ സൗന്ദര്യലഹരി ഇങ്ങനെ സ്പഷ്ടമായിട്ട് ചൊല്ലിക്കൊടുക്കും. ഇതിന് കേട്ടിട്ട് ആദ്യം കുറേ നേരം ലയിച്ചു നിന്നു അത്രേ ഗുരുവായൂരപ്പൻ. പിന്നെ മൂപ്പർക്ക് തോന്നത്രേ, എനിക്കിതുപോലൊന്ന് വേണം, എന്നെക്കുറിച്ച് ഇതുപോലെ ആരെങ്കിലും ഒന്ന് എഴുതണം. അങ്ങനെ സങ്കല്പം വെച്ചിട്ട് അത്ര ഭട്ടതിരിപ്പാടിനെ വരുത്തിയത് വാദം കൊടുത്തിട്ട്. അങ്ങനെയാണ് നാരായണീയം എഴുതാനിടയായതെന്ന് പ്രത്യേകം ആ ഒരു കഥയായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് 1-ാമത്തെ ശ്ലോകം, 8-ാമത്തെ ശ്ലോകം, 27-ാമത്തെ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ഇനി നമ്മൾ സാധാരണക്കാർ, ഇനി സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറയണത്. ചില ആൾക്കാർ പറയും നമ്മളൊക്കെ സാധാരണക്കാരല്ല, ഇങ്ങനെയൊക്കെ മതി നമുക്ക്. അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ മുമ്പൊരു ഈ തന്ത്രസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്കാർ നിയോഗിച്ച ഒരു കാര്യമായിട്ട് പൂജ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടെ ശീവേലിയുടെ 1-ാം പ്രദക്ഷിണത്തിൻ്റെ മന്ത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ ചോദിച്ചു അവിടെ പഠിപ്പിക്കണവരോട്, ശീവേലി പഠിപ്പിക്കുന്നില്ല ഇവിടെ ചോദിച്ചു. അല്ല, ഞങ്ങളുടെ അമ്പലങ്ങളിലൊന്നും ശീവേലിയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളിലാണ് പൂജ കഴിക്കുന്നത്. അപ്പോൾ ഞാനെന്നാ അവരോട് ചോദിച്ചു, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ജീവിതാവസാനം വരെ ചെറിയ അമ്പലത്തിൽ മാത്രം പൂജ കഴിച്ചാൽ മതി എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കണമെന്ന് ചോദിച്ചു. എത്ര ചെറിയ കളരിയാണെങ്കിലും വിദ്യ പഠിപ്പിക്കണത് അതിൻ്റെ അറ്റത്തിനെ വരെ ചിന്തിച്ചിട്ടായിരിക്കണം എന്ന് പറയും. കാരണം നാളെ എന്ത് സാഹചര്യത്തിൽ ഇവർ പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒതുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഉപാസകനെ ഉള്ള വ്യക്തികളുടെ തലത്തിലേക്ക് നമ്മൾക്ക് അവർ അറിയണ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം, നമ്മൾ ശാഠ്യം പിടിക്കേണ്ട ആവശ്യവും വരുന്നില്ല. നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കാം. നാളെ നമ്മൾ ഉപാസകരാവെന്ന് പറയാൻ ആവില്ല എന്നും പറയാൻ പറ്റില്ല നമുക്ക്. സോ 1ഉം 8ഉം പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. 1ഉം 8ഉം മനസ്സിലാക്കണം, പ്രപഞ്ചഘടനയും മനസ്സിലാക്കണം, അതിൻ്റെ സ്രോതസ്സായിട്ടുള്ള ആ ബീജത്തെയും മനസ്സിലാക്കണം. പക്ഷേ 27 എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമാക്കാം. 27-ാമത്തെ ശ്ലോകം ഈ ജപോ ജൽപഹ എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഇത്രയും ഏത് പദ്ധതിയിലും ആയിക്കോട്ടെ, അത് ശിവനെ പൂജിക്കുന്ന പദ്ധതി ആവട്ടെ, അമ്മയെ പൂജിക്കുന്ന പദ്ധതി ആവട്ടെ, നാരായണനെ പൂജിക്കുന്ന പദ്ധതി, ആരെ ആയിക്കോട്ടെ, സ്വാമി ആവട്ടെ, മുരുകനെ ആവട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ വെറുതെ പെറുപെറുക്കുന്ന മുഴുവൻ നിന്റെ ജപമാവട്ടെ, ഞാൻ കഴിക്കണമൊക്കെ നിനക്കുള്ള ഹോമാവട്ടെ, ഞാൻ കിടന്നാൽ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ നിലത്ത് കിടന്നാൽ നിനക്ക് നമസ്കാരം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ തലത്തിലേക്കുള്ള അർപ്പണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിൽ കവിഞ്ഞിട്ട് വലിയൊരു സാധന വരാനില്ല. അതുകൊണ്ടാണ് സബര്യ എന്നുള്ള വാക്കോട് ഉപയോഗിച്ചത്. ഞാൻ എന്തിനാ ഈ 3 ശ്ലോകത്തിൽ ആദ്യം തന്നെ ഒരു ഇൻട്രോ ഒന്നും പറയാണ്ട് സ്ട്രെയിറ്റ് കയറി പോകാൻ കാരണം എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ക്രീം എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി അങ്ങോട്ട് വിസ്തരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് തലയിൽ കയറില്ല, സമയമായി എന്നൊക്കെ തോന്നും. പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ അറിയാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഈ ഭീകര യുദ്ധം കഴിഞ്ഞ് വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പം ആദ്യം തന്നെ ഈ ഭാഗം വൃത്തിയായിട്ട് അങ്ങോട്ട് പറയാം എന്ന് കരുതി. എന്ന് വെച്ചിട്ട് വരാൻ പോണ ഭാഗം വൃത്തിയല്ലാതെ എന്നല്ല. ഇനി അങ്ങോട്ട് നമുക്ക് ഇതിനെ കുറച്ച് രസമായിട്ടുള്ള ഭാഗങ്ങൾ നോക്കാം എങ്ങനെയാണെന്ന്.
ശ്ലോകങ്ങളൊന്നും എടുത്തിട്ട് ഞാൻ അർത്ഥമൊന്നും പറയാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമുക്ക് അതാത് കാലത്ത് എന്താ പറയുക, മഹാത്മാക്കൾ വേണ്ടത് എഴുതി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യാഖ്യാനമുണ്ട് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ, ഇപ്പോഴും കിട്ടും, സൗന്ദര്യലഹരി. അതിൽ അദ്ദേഹം അനവധി പ്രയോഗവിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അനവധി പ്രയോഗവിധികൾ പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഓരോന്നിന് യന്ത്രം, മന്ത്രം, നേദ്യം ഒക്കെ ഉണ്ട്. വലിയ സമൃദ്ധി ഉണ്ടാക്കാൻ പസ്മരം യോനിം ലക്ഷ്മിം ഹൃദയമിതമാതോ തവ മനോ നിധായേ നിത്യേ നിരവധി മഹാഭോഗരസിക, ഇത് അളവറ്റ സമ്പത്ത് ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒന്ന് അത് ചെല്ലുക, കുറേ കാശ് വരും. അങ്ങനെയല്ല, അതിന് പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന് നല്ല പണികളുണ്ട്. അത് തെറ്റിയാലും പ്രശ്നമാണ്. ഈ അമ്മയുടെ പ്രയോഗങ്ങളിലൊക്കെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ തെറ്റിയാൽ പണിയാണ്, ഡബിൾ എഡ്ജ് സോഡാ. അല്ല, ശ്രീവിദ്യയെ തന്നെ പറയും, ബാലേട്ടനൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. ഇത് അസിധാര എന്ന് പറയും, ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്. അസിധാര എന്ന് പറഞ്ഞാൽ വാളിനെ ഇങ്ങനെ കുത്തനെ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കാല് മുറിയാണ്ട് നടക്കുക. നല്ല മൂർച്ചയുള്ള വാളിനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ കിടത്തി വെക്കണ, ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തിട്ട് കാല് മുറിയാണ്ട് നടക്കുക. അതുപോലെയാണ് അത്ര അമ്മയുടെ ഉയർന്ന ഉപാസനകൾ, പ്രത്യേകിച്ച് ശ്രീവിദ്യ. ശ്രീവിദ്യയുടെ ചാറാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. സൗന്ദര്യലഹരിയുടെ സൗന്ദര്യലഹരിയുടെ സൗന്ദര്യം എന്താ, ലഹരി എന്താ, ആനന്ദം എന്താ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാർ കുറേ പേര് ഇതിനൊന്ന് തൊട്ട് എതള് വിടർത്തി വെച്ച് പോയിട്ടുണ്ട്. അവരുടെ ആ എന്താ പറയുക, വ്യാഖ്യാനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ലഘുവായിട്ടൊരു ഐഡിയ തരാം. കാരണം ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരിലോ ഇനി ഇത് നാളെ കേൾക്കാൻ സാധ്യതയുള്ളവരിലോ അവർക്ക് താല്പര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വായിക്കാം. 36ഓളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മഹാവ്യാഖ്യാനങ്ങൾ, ഭാഷ്യങ്ങൾ എന്ന് പറയും സൗന്ദര്യലഹരിക്കും. അത് ശങ്കര ഭഗവത്പാദരുടെ ദിഷണയെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ എന്നെ എതള് വിടർത്തിയിട്ട് ഓരോരുത്തർ ഓരോ കാഴ്ചപ്പാടിൽ നോക്കിയിട്ടുള്ളത്. അനവധി പേരും ഈ അദ്വൈത ഭാവത്തിലാണ് നോക്കിയിട്ടുള്ളത്, ജീവബ്രഹ്മയ്ക്കായിട്ട് തന്നെയാണ് നോക്കിയിട്ടുള്ളത് സൗന്ദര്യലഹരി. അങ്ങനെ അല്ലാത്തതും ഉണ്ട്. അതിൽ ഏതാനും പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം ലക്ഷ്മീധരൻ്റെ വ്യാഖ്യാനം. അതേമാതിരി കൈവല്യാശ്രമത്തിൻ്റെ സൗഭാഗ്യവർദ്ധിനി, ഇത് രണ്ടുമാണ് സൗന്ദര്യലഹരിയുടെ ഏറ്റവും വലിയ രണ്ട് വ്യാഖ്യാനങ്ങൾ. അതുപോലെ കാമേശ്വര സൂരി എഴുതിയിട്ടുള്ള അരുണമോദിനി എന്ന് പറയുന്ന വ്യാഖ്യാനം, രാമകവിയുടെ ദിണ്ടിമം എന്നൊക്കെ വ്യാഖ്യാനങ്ങളുടെ പേരാണ്. അതിൽ വളരെ രഹസ്യാത്മകമായിട്ട് നമ്മൾ മഹാദേവൻ്റെ ശിരസിൽ ചന്ദ്രക്കല കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുണ്ഡലിനി ഉയർന്ന് സഹസ്രാരത്തിലെത്തി ആ ദേവി പരമേശ്വരനായിട്ട് സമ്മേളിക്കുന്ന സ്ഥലമാണെന്നാണ്. അതോ ആ സമയത്ത് അമൃത് സ്രവിക്കുന്നതാണ്. അമൃതിൻ്റെ സ്രാവം ഉണ്ടാവും, താഴേക്ക് ഒഴുകും. ആ അമൃതിൻ്റെ ഒഴുക്ക് മേലോട്ടുള്ള കുണ്ഡലിൻ്റെ യാത്രയാണ് ഗണപതി. അത് സഹസ്രാരത്തിലെത്തിയിട്ട് ആ അമൃതം ഇങ്ങനെ ഷവർ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അത് മുരുകനാവും. അതുകൊണ്ടാണ് വേലിന് നമ്മുടെ നട്ടെല്ലിൻ്റെയും ശിരസിൻ്റെയും ആകൃതി കൊടുത്തിട്ടുള്ളത്. ആ അമൃത് സ്രവിക്കുന്നത് ചന്ദ്രകല, അമൃതിൻ്റെ ഒരു കലയുണ്ടെന്നാണ്. അതിനെ സൂചിപ്പിക്കാനാണ് ശിവനി മൂന്നാമത്തെ പക്കത്തെ ചന്ദ്രനെ ശിരസിൽ ധരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു ജ്വല്ലറി എടുത്തിട്ട് തലയിൽ എന്നാ വെച്ചേക്കാം, നല്ല ഭംഗിയുണ്ടെന്നുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളതല്ലാതെ അതിൻ്റെ അർത്ഥമാണ്. ആ അമൃതിൻ്റെ ലഹരിയിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്നാണ്. അത് യോഗികൾക്കൊക്കെ സംഭവിക്കുന്നതാണ്. ആ അമൃതിൻ്റെ വിദ്യ, ആ അമൃത് കിട്ടാനുള്ള വിദ്യ ചന്ദ്രകലാവിദ്യ എന്ന് പറയും. ലക്ഷ്മീധരൻ തൻ്റെ വ്യാഖ്യാനത്തിൽ മുഴുവൻ ഈ ചന്ദ്രകലാവിദ്യ എങ്ങനെ സൗന്ദര്യലഹരി കൂടെ പുറത്തെടുക്കാമെന്നുള്ള വിദ്യയാണ് പഠിപ്പിക്കുന്നത്. ലക്ഷ്മീധരൻ്റെ വ്യാഖ്യാനം മുഴുവൻ ഈ ചന്ദ്രകലാവിദ്യ അടിസ്ഥാനമാക്കിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതായത് സൗന്ദര്യലഹരി പഠിച്ചാൽ അതിന്ന് ഈ അമൃതമാണ് കിട്ടേണ്ടത്, ഈ ബ്രഹ്മാനന്ദം അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കൈവല്യാശ്രമനാണെങ്കിൽ ഈ സൗഭാഗ്യവർദ്ധിനി എന്ന് പറഞ്ഞ വ്യാഖ്യാനത്തിൽ ശാംഭവി വിദ്യ എന്ന് പറയുന്ന മറ്റൊരു മാർഗ്ഗമുണ്ട്. അതൊക്കെ ശ്രീവിദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊരു വെറും ഒരു ഇൻഫർമേഷനായിട്ട് കേട്ടാൽ മതി. ഞാനിതിൻ്റെ ഒരു വിശാലത എന്താണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, അത് ചുമ്മാ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കുറേ ശ്ലോകങ്ങൾ 100 ശ്ലോകം എഴുതി വെച്ചിട്ട് പോയിട്ടുള്ളതല്ലാതെ
അതിൻ്റെ പർവ്വതത്തിൻ്റെ വലിപ്പം എന്താണെന്ന് അറിയണ്ടേ നമുക്ക്? ആ പർവ്വതത്തിൻ്റെ അടിത്തട്ടി ചെന്ന് അതിനൊന്ന് ചുറ്റി നടന്ന് കാണണം. നമ്മൾ ഒന്ന് കയറാൻ ഒരു 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 പാറയുടെ മുകളിലേക്കെങ്കിലും കാല് വെച്ച് കയറണതിന് മുമ്പ് ഈ സൗന്ദര്യലഹരി എന്ന് പറയുന്ന മഹാപർവ്വതത്തിൻ്റെ മഹിമ, ഗരിമ, അതൊക്കെ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാമേശ്വരൻ എന്ന് പറയുന്ന ഈ കാമേശ്വര സൂര്യയുടെ ഈ അരുണമോദിനിയിൽ അദ്ദേഹം ശാംഭവി വിദ്യയും ചന്ദ്രകലാവിദ്യയും രണ്ടും ചേർത്ത് പറയാൻ ശ്രമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് രാമകവി എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രത്തിനെയും കപില മഹർഷിയുടെ സാഖ്യത്തിനെയും കൂടെ ചേർക്കണത് ഭഗവത്ഗീതയുടെ 2ാമത്തെ ചാപ്റ്ററിൽ വരുന്നതിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് സൗന്ദര്യലഹരിയെ കാണാൻ ശ്രമിച്ചിരിക്കുകയാണ്. സാഖ്യം പറയണ എന്താ? ഈ കാണാതൊക്കെ 2 ഘടകങ്ങളാണ്, പ്രകൃതി എന്നും പുരുഷൻ എന്നും. പുരുഷൻ നമ്മുടെ അകത്ത് മാറാതിരിക്കുന്ന, ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുന്ന, സാക്ഷിയുടെ ഭാവത്തിലിരിക്കുന്ന പരമാത്മാവ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ മാറിക്കൊണ്ടേയിരിക്കുന്ന ചേഞ്ചിങ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വെച്ചാണെങ്കിൽ നമ്മുടെ ശരീരം പ്രകൃതിയാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുള്ള മാതിരി 6ാം മാസത്തിൽ ചോറൂണ് കഴിഞ്ഞ് കിടക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഇത് ഞാനാണെന്ന് പറഞ്ഞതിൽ കവിഞ്ഞിട്ട് വലിയൊരു വിഡ്ഢിത്തരം, മായ വേറെ ഇല്ല. കാരണം അന്നത്തേന്ന് ഒന്നുപോലും ഒരു സെല്ലോ ഒരു ഘടകം പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലായിരുന്നു. നമ്മളൊക്കെ ആത്യന്തികമായിട്ട് ഒരു പാക്കറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷനാണ്, ഒരു ജനിതകമായിട്ടൊരു ഇൻഫർമേഷൻ, ഒരു അച്ഛൻ്റെന്നും അമ്മയുടെന്നും കിട്ടിയ ഒരു ജനിതകമായിട്ടൊരു ഇൻഫർമേഷനാണ് നമ്മൾ. ആ ഇൻഫർമേഷൻ്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്നു കൺസിസ്റ്റൻ്റ്ലി. ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കപില മഹർഷി അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് കപിലോപദേശത്തിൽ സാഖ്യം പറഞ്ഞു കൊടുക്കുന്നത് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഗീതയിൽ നമ്മൾ കണ്ടത്. അർജുനൻ ഇത്രയും എത്രയോ ഒരു യുഗങ്ങൾ കഴിഞ്ഞിട്ട് കൃഷ്ണനെ പുനർജീവിപ്പിച്ചു എന്നാണ് ഭഗവാൻ. ഈ സാഖ്യത്തിൽ പറഞ്ഞ ഇതേ പ്രകൃതിയും പുരുഷനുമാണ് ശൈവത്തിൽ വരുമ്പോൾ ശിവനും ശക്തിയുമാണ്. അത് തന്നെയാണ് ഗൗഡീയ വൈഷ്ണവത്തിൽ പോയ രാധയും കൃഷ്ണനുമാണ്. അത് തന്നെയാണ് ലക്ഷ്മി നാരായണനും വൈഷ്ണവത്തിൽ. അത് തന്നെ പുരുഷനും പ്രകൃതിയും സാഖ്യത്തിൽ. അപ്പോൾ പേരേ മാറുന്നുള്ളൂ. നമ്മൾ വെറുതെ കിടന്ന് തമ്മിൽ തല്ലു വന്നിട്ട് ഇതാണ് ശരി, അതാണ് ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അടിപിടിയാണ്. ഓരോ ആചാര്യന്മാരും ഓരോ ഗ്രന്ഥം എഴുതും. അപ്പോൾ ഇവരെ പോലുള്ള മഹാത്മാക്കൾ നോക്കൂ, തന്ത്രത്തിനെയും പ്രകൃതിയുടെ ഉപാസനയാണ് ശരിക്കും തന്ത്രം. ആ തന്ത്രത്തിനെയും സാഖ്യത്തിനെയും കൂടെ ഒറ്റ മാർഗത്തിലേക്കാണ് ഈ രാമകവി കൊണ്ടുവന്നത്. ആ ഡിണ്ടിമം എന്ന് പറയുന്ന ആ വ്യാഖ്യാനത്തിന്. ഡിണ്ടിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉറക്ക കൊട്ടി ശബ്ദിക്കുന്ന ഘോഷമായിട്ട് ഡിണ്ടിമ ശബ്ദം എന്ന് പറയും, അങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള അർത്ഥത്തിൽ. ഇനി ഇതൊന്നും അല്ലാണ്ട് ആനന്ദഗിരിയുടെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിൽ പൂർണ്ണമായിട്ടും പ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അനവധി പ്രയോഗങ്ങൾ. നമുക്ക് ഇപ്പം കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ പുസ്തകം നിങ്ങൾക്ക് ശാന്താഭൂഷണോട് പോയാൽ കിട്ടും. അങ്ങനെ പാലക്കാട് ശാന്താഭൂഷണോട് പോയാലോ അല്ലെങ്കിൽ RS വാദ്യാരിൽ പോയാലോ കിട്ടും. അതിലൊക്കെ കൊടുത്തിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു 10,000 ഇരട്ടി പ്രയോഗങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ തത്വാർത്ഥങ്ങളും ദേവിയുടെ അനവധി വിശേഷ മന്ത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സൗന്ദര്യലഹരിയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആനന്ദഗിരി. ഇനി ഇതൊന്നും അല്ലാണ്ട് ഗോപാലസുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു വ്യാഖ്യാനമുണ്ട്. ഗോപാലസുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ, നാരായണൻ തന്നെ സ്ത്രീഭാവത്തിൽ ത്രിപുരസുന്ദരിയുടെ രൂപത്തിൽ നിൽക്കുന്ന നാരായണൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ഭാവത്തിന് വലിയ പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിക്കുന്നത് ആൾക്കാർ. അവിടെ ശ്രീചക്രം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീചക്രം, പക്ഷേ ശ്രീകോവിലല്ല ഇരിക്കുന്നത്, അത് വേറൊരു സ്ഥലത്താണ്. ശ്രീകോവിലല്ല ശ്രീചക്രം ഇരിക്കുന്നത്, ഭാഗവതർ അവിടെയല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഭാഗവതർ അവിടെയാണെന്ന് ആരും വിചാരിക്കണം. അപ്പോൾ ആ ഗോപാലസുന്ദരി എന്ന് പറയുന്ന ഭാവം, അതിന് ക്ഷീരാംബോധിസ്തകൽപദ്രുമ വനവലസദ്രത്നു മണ്ഡവാന്തപ്രോദ്യ ശ്രീവീട സംസ്ഥം കരദൃത ജലജാരിക്ഷു ജാവാങ്കുശേഷം എന്നും പറഞ്ഞിട്ടൊരു ധ്യാനമുണ്ട്. കണ്ടാൽ ത്രിപുരസുന്ദരി, എന്നാ നോക്കിയാൽ കൃഷ്ണനല്ലേ? ആ കൃഷ്ണൻ. അങ്ങനെ ചുവന്ന നിറാണ്. അത്രയ്ക്ക് പറയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണില്ല. ഉപാസിക്കാൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു ഭാവമാണ്. തെറ്റിയ പണിയാണ്. കാരണം അതിൻ്റെ അത്ര ശുദ്ധ ചൈതന്യമാണ്. ഈ വളരെ ശുദ്ധമായിട്ടുള്ള ചൈതന്യത്തിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ മലിനമായിട്ടുള്ള മനസ്സും ശരീരമായിട്ടുള്ള നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ചിത്തഭ്രമാദികളൊക്കെ വരും. അതുകൊണ്ടാണ് ഹനുമാനെയൊക്കെ ഉപാസിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, അതായത് ഭഗവാന്റെ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശരീരത്തിന് ഇതൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല.
നമുക്ക് അതിന് ഡിസിപ്ലിനും ഇല്ല. ആ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അസിധാരയാണ്, വാളിൻ്റെ മുകളിൽ നടക്കുന്ന കളിയാണ് ഈ ഉപാസനകളൊക്കെ. കാളി എങ്ങനെയാണ്? കാളിയെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കരുത്ത് പോരാ. ആ കരുത്തിൻ്റെ ഒരു കോടിയിലൊരു അംശം താങ്ങാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റണതിൻ്റെ അപ്പുറത്തേക്ക് കരുത്ത് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ചൈതന്യങ്ങളെയാണ് നമ്മൾ നമ്മുടെ പൂർവികർ സാധനയിൽ കൂടെ സാക്ഷാത്കരിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതിനൊരു കാരണം എന്താ വെച്ചാൽ ദേവി മഹാത്മ്യത്തിൽ ഒരു പ്രമാണം പറയുന്നുണ്ട്. പ്രാധാനിക രഹസ്യത്തിൽ പറയും, ഈ മഹാസരസ്വതി എന്ന് പറയുന്ന ഭാവമുണ്ട്, സാത്വിക ശക്തിയാണ് ദേവിയുടെ, ആദിപരാശക്തിയുടെ സാത്വിക ഭാവമാണ് മഹാസരസ്വതി. അത് നമ്മൾ കലണ്ടറിൽ കാണുന്ന വിദ്യയുടെ ദേവതയായിട്ടുള്ള സരസ്വതി അല്ല, ദേവിയുടെ വളരെ ഉയർന്ന ഭാവമാണ്. മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി, ഐക്യസ്വരൂപ ശ്രീ മൂകാംബികായെ നമാന്ന് നമ്മൾ അമ്മയെ പറയുക. പരാശക്തി മൂന്നായിട്ട് ആദ്യം പിരിഞ്ഞ് ശാക്തേയ തന്ത്രപ്രകാരം, ശാക്തേയ ഫിലോസഫി പ്രകാരം അങ്ങനെയാണ്. അതിൽ നിന്ന് ഈ മഹാസരസ്വതി ആകണ സത്വഗുണത്തിൽ നിന്ന് ആണത്രേ നാരായണനും വിഷ്ണുവും ഗൗരി ജനിച്ചതെന്നാണ് സങ്കല്പം. അപ്പോൾ അവർ സഹോദരങ്ങളായി, കൂടപ്പറപ്പുകളായി, അമ്മയും ഉടപ്പറന്നവനും ഉടപ്പറന്നോളുമായി അവിടെ. ഈ കാരണം കൊണ്ട് ആണ് ഈ ഗോപാലസുന്ദരിയുടെ വ്യാഖ്യാനം ഉണ്ടാവാൻ കാരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവി മഹാത്മ്യത്തിൽ പറയുന്ന ആ തത്വത്തിൽ കൂടെ സൗന്ദര്യലഹരിയെ കാണുക. നമ്മൾ സാധാരണ ത്രിപുരസുന്ദരിയുടെ സ്തോത്രമായിട്ടാണ് സൗന്ദര്യലഹരിയെ പറയണമെങ്കിലും ഗോപാലസുന്ദരി വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ഗോപാലസുന്ദരിക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതായിട്ട് വ്യാഖ്യാനിക്കുന്നു. അതായത് ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യലഹരി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു ഭംഗിയായിട്ട്. ഇതിപ്പോൾ 7-ാം തീയതി ശിവമഹിമ്ന സ്തോത്രം വരുന്നുണ്ട്. അതിൻ്റെ ഒരു എസൻസ് വരുന്നുണ്ട് മമ്മിയൂർ മഹാരുദ്രത്തിന്. ശിവമഹിമ്ന സ്തോത്രം പുഷ്പദന്തം എന്ന് പറഞ്ഞ ഗന്ധർവൻ എഴുതിയതാണെന്ന്. അതിന് മധുസൂദന സരസ്വതി എന്ന് പറഞ്ഞ മഹാത്മാവ് ആ സ്തോത്രം മുഴുവൻ വിഷ്ണുവിൻ്റെ സ്തുതിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ശിവൻ്റെ സ്തോത്രത്തിന് വിഷ്ണുവിൻ്റെ സ്തുതിയായിട്ട് വ്യാഖ്യാനിക്കാം. ഞാൻ പറയാം, വിഷ്ണു ശങ്കപ്രയാഗത്തിനെ മുഴുവൻ ശിവൻ്റെ സ്തോത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ സ്തോത്രമായിട്ട് വ്യാഖ്യാനിക്കാം. എന്തിലും ഒറ്റ വസ്തുവിനെ കാണാൻ കഴിയണവൻ അത് സാധിക്കുകയും. ഭേദബുദ്ധി നമുക്കാ. ഈശ്വരൻ്റെ കാര്യത്തിൽ വരെ അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞിട്ട് തമ്മിലടിച്ചിരിക്കണം നമ്മളാണ് ഇവിടെ മോക്ഷത്തിനെ കുറിച്ച് ക്ലാസ്സിൽ പോയിട്ടിരിക്കുന്നത്. എല്ലാറ്റിലും ഭേദഭാവമല്ലേ നമുക്ക്, സകലത്തിലും ഭേദഭാവമാണ്. അപ്പം അതാണ് അവസ്ഥ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യാഖ്യാനങ്ങൾ ഇത്രയും ഉണ്ട്, ഇങ്ങനെ 36ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യാഖ്യാനങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ ആചാര്യന്മാരെയൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ അവരെയൊക്കെ ഒന്ന് നമസ്കരിക്കുക, അതിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും സൗ അഥവാ സു എന്നുള്ള ശബ്ദം, അതിൽ നിന്നാണ് ഈ സൗന്ദര്യം വരുന്നത്. സൂച്ച പുഷ്ടി, പ്രപഞ്ചത്തിൽ പുഷ്കലമായിട്ട് നിൽക്കണം, ഐശ്വര്യമായിട്ട് നിൽക്കണം, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ സു എന്ന് പറഞ്ഞുള്ള ശബ്ദത്തിൽ വരും. സുഗമം, സുഖം, അല്ലേ, സുലഭം, എന്തിനീ സു ചേർക്കണം എല്ലാറ്റിലും. അതൊരു വിശേഷണം. നമ്മൾ ശ്രീ എന്ന് പറയണ മാതിരി ശ്രീ ഇന്നാള് എന്ന് പറയില്ല നമ്മൾ, അതുപോലെ സു എന്നുള്ള ശബ്ദം കൊടുത്ത് അതിലേക്ക് പ്ലസ്സിനെ കൊടുക്കണം. എല്ലാം പ്ലസ് ആയിട്ട്, എല്ലാം പോസിറ്റീവായിട്ട് പറയുമ്പോഴൊക്കെ സു ചേർത്താൽ മതി. സുനന്ദം, ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാക്കുന്നത്, മംഗളകരമായ രീതിയിൽ ആനന്ദം ഉണ്ടാക്കുന്നതാണ് സുനന്ദം എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ആ സു എന്ന് പറയുന്ന ശബ്ദം എന്തിനെയാണോ പ്രപഞ്ചത്തിൽ പ്രതിനിധീകരിക്കുന്നത് അതിൻ്റെ ഭാവം സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ മാതിരി നമുക്ക് കാണാൻ, നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഒരാളിൽ സൗന്ദര്യം കാണുന്നത്? വാസ്തവത്തിൽ ചിന്തിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല അതിൻ്റെ അളവ് പോലെ എന്താണ്. ഘടനയുടെ ഭംഗിയാണ് നമ്മൾ സൗന്ദര്യമായിട്ട് കാണുന്നത്. ഒരു വ്യക്തിയെ കാണാൻ നല്ല ആകൃതി അല്ലെങ്കിൽ ഘടന, അത് പുരുഷൻ്റെ രീതിയാണെങ്കിൽ സ്ത്രീയുടെ രീതിയാണെങ്കിൽ, വൃക്ഷമാണെങ്കിൽ എന്താ ഒരു മരം, അല്ലെങ്കിൽ എന്താ ഒരു വീട് കാണുന്നു, ആ വീടിൻ്റെ ഒരു ഘടന, എന്ത് ഘടനയിൽ എവിടെയോ ഒരു ഹാർമണി നമ്മൾ കാണുന്നുണ്ട്. അതാണ് ആ വസ്തുവിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം, ഘടനയിൽ. ആ ഘടന എന്ന് പറയുന്നത് വെറും നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്നതാവാം, അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തോ ഒരു കാര്യത്തിനെ നമ്മൾ പറയും ആ ആളുടെ ക്യാരക്ടർ വളരെ നല്ലതാട്ടോ,
അല്ലെങ്കിൽ നമ്മൾ പറയും ആ വീട് വലിയ സൗകര്യമൊന്നുമില്ല, പക്ഷെ അവിടെ താമസിക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പം ദർ ഇസ് സംതിങ് ദാറ്റ് ഈസ് കണക്റ്റിംഗ് അസ് ടു ദാറ്റ്. അതെന്താ? അതാണ് സൗന്ദര്യം. ആ സൗന്ദര്യത്തിൻ്റെ അക്ഷരമാണ് ഈ ബാല എന്ന് പറയുന്ന ദേവിയുടെ ബീജാക്ഷരങ്ങളിലെ 3 മൂന്നാമത്തെ അക്ഷരം സൗ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ശരിക്കും അത് അങ്ങനെയല്ല ഉച്ചരിക്കുക, എന്നാലും അത് പറയുക അസൗ. അപ്പം അവിടെ നിന്നാണ് സൗന്ദര്യത്തിൻ്റെ ആരംഭം. ദേവി എന്തിലൊക്കെ നിറവായിട്ട് നിൽക്കണം, നാടൻ ഭാഷ പറഞ്ഞ നിറവ്, ആ നിറവാണ് ഈ സൗ. അവളില്ലെങ്കിൽ കഴിഞ്ഞു, അതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മരണമാണ്, അങ്ങോട്ട് പോവാണ്. അപ്പോൾ സൗ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അമൃത്. അമൃത് ഉണ്ടെങ്കിൽ എല്ലാം പുഷ്ടിയായിട്ട് നിൽക്കും. നമുക്ക് കണ്ടറിയാമല്ലേ, നമ്മളിപ്പോൾ കടയിൽ ചെന്നിട്ട് ആപ്പിൾ വാങ്ങാൻ പോയി, അല്ലെങ്കിൽ തക്കാളി വാങ്ങാൻ പോയി, ബെസ്റ്റ് തക്കാളി ബെസ്റ്റ് ആപ്പിൾ കണ്ടാൽ നമ്മൾ അറിയുന്നുണ്ട്. ഇതെങ്ങനെ അറിയണത്? ദർ ഈസ് സംതിങ് ദാറ്റ് ഈസ് കണക്റ്റിംഗ് അസ് ദർ. ഓ, ഇത് 2 ദിവസം പഴക്കമുണ്ട്, ഇത് ചെയ്യാറായി, ഇത് പച്ചയാണ്. എങ്ങനെ അറിയണത്? അതിനൊരു ആരെങ്കിലും ഒരു പ്രോസസ്സ് പഠിപ്പിച്ചു തന്നുണ്ടോ? നമുക്കില്ല. കുട്ടിക്കാലത്ത് നമ്മൾ അമ്മയുടെയോ അച്ഛൻ്റെയോ കൂടെ പോയി അവർ തിരഞ്ഞെടുക്കുന്നത് കണ്ടു, അറിഞ്ഞു. പക്ഷെ എന്നാലും അത് എങ്ങനെ അറിഞ്ഞു? ചിന്തിക്കൂ, അകത്ത് ചിന്തിച്ചു നോക്കൂ. എങ്ങനെ അറിഞ്ഞു വെച്ചാൽ അത് നമ്മുടെ അകത്ത് തോന്നുകയാണ്. ഇത് ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമുക്ക് തോന്നുകയാണ്. അത് കണ്ടറിയാം, അതിൻ്റെ ഒരു പുഷ്ടി കണ്ടറിയാം. ആ, ഇത് ഫ്രഷ് സ്റ്റോക്കാട്ടോ എന്ന് നമ്മൾ പറയുള്ളൂ. എങ്ങനെ? അതാണ് സൗന്ദര്യം. അതന്നെ ലക്ഷ്മി. അതാണ് ലക്ഷ്മി. അത് അങ്ങോട്ട് നീങ്ങിയ അതിൻ്റെ നാശത്തിലേക്ക്, സംഹാരത്തിലേക്കായി. വല്ലാണ്ട് പച്ചയായാലും അത് ലക്ഷ്മി ആവില്ല. ഈ സൗ എന്ന് പറയുന്ന ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ്. അത് പല സ്ഥലത്തും ഇപ്പം ഈ സു എന്നുള്ള ശബ്ദം ഉപയോഗിച്ച പോലെ തന്നെ ഉയർന്നതായിട്ട് കാണിക്കാൻ, ഓരോ അവസ്ഥയുടെയും ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭാഗ്യം എന്നുള്ളതിനെ നമ്മൾ സൗഭാഗ്യം എന്ന് പറയും, അല്ലേ? സൗഭാഗ്യം എന്ന് പറയും. ഭാഗ്യവും സൗഭാഗ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഗ്യം, ഭ എന്നുള്ള ശബ്ദം കൊണ്ട് പ്രകാശം, സന്തോഷം, ഭക്തി, ഇതൊക്കെയാണ് ശരിക്കും ഭാ ശബ്ദം കൊണ്ട്. അത് കളിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഭാരതം എന്ന് പേര്. പ്രകാശം കളിക്കുന്ന സ്ഥലം, ഭക്തി വിളയാടുന്ന സ്ഥലം, എന്താ പറയുക, ഋഷിമാരുടെ അറിവ്, ഭാഷ അറിവ് എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇതൊക്കെ കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല ഭാരതം എന്ന് പറഞ്ഞാൽ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തോ അത് ഭാഗ്യം. അത് കൊണ്ടുവരുന്ന ദേവന്റെ ശക്തിയെ, ഈശ്വര ശക്തിയെ ഭഗൻ എന്ന് പറയുന്നു. അവൻ്റെ സൂക്തം ഭാഗ്യസൂക്തം. ഓക്കെ, അതൊക്കെ നമുക്ക് കാര്യസാധ്യമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. പക്ഷേ യഥാർത്ഥ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് സാക്ഷാത്കാരത്തെ തന്നെ. നമ്മുടെ സ്വസ്വരൂപം എന്താണ്, നമ്മളെന്താണ്, നമ്മൾ ഒറിജിനൽ എന്ത്, ഈ ശരീരമല്ല, അത് തിരിച്ചറിയിച്ചാൽ ആ കിട്ടുന്നതാണ് സൗഭാഗ്യം. അതിനെ അത് സൗഭാഗ്യം എന്ന് വിളിക്കാൻ പറ്റും. അത് ആ സൗഭാഗ്യത്തെ കൊണ്ടുതരാനുള്ള ഏറ്റവും ഉയർന്ന വിദ്യ ആയതുകൊണ്ടാണ് ശ്രീവിദ്യയ്ക്ക് സൗഭാഗ്യവിദ്യ എന്ന് പേര്. ശരിക്കും സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരത്തിന് മാത്രമേ സൗഭാഗ്യം. നമ്മളൊരാൾ സൗഭാഗ്യവതിയാണെന്ന് അങ്ങനെ പറയണമെങ്കിൽ ആൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവന് മോക്ഷം ഉണ്ടാവണം. അല്ലാത്തതൊക്കെ ഭാഗ്യവാനും ഭാഗ്യവതികളും. ആ ടൈറ്റിലിന് ഒരു പ്രാധാന്യമുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ നിത്യമായിട്ടുള്ള ഭാഷയിൽ ചുമ്മാ അറിയാതെ എടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മംഗലി എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ സുമംഗലി എന്ന് പറഞ്ഞു, അല്ലേ? സൗമംഗല്യം എന്നാ പറയുക അതിൻ്റെ സുമംഗലിയുടെ അവസ്ഥ. അപ്പം ആ വാക്കിന് അത്രയ്ക്ക്, ആ ശബ്ദത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് ഈ സൗന്ദര്യം എന്താണെന്ന് പല എക്സാമ്പിളുകളിൽ കൂടെ പറയാൻ ശ്രമിച്ചു. ഓക്കെ, സൗന്ദര്യത്തിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് നമുക്കത് അനുഭവവേദ്യമാവുന്നത്? എങ്ങനെ അനുഭവവേദ്യമാണ്? സൗന്ദര്യമുള്ളൊരു വസ്തുവിനെ കണ്ടാൽ നമുക്ക് അകത്തൊരു സന്തോഷം തോന്നും. അകത്ത് ഒരു സന്തോഷം തോന്നും, എന്തോ ഒരു സന്തോഷം തോന്നും. അതെന്താണെന്നുള്ളത് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. അപ്പം ആനന്ദമാണ് സൗന്ദര്യം. ആനന്ദമാണ് സൗന്ദര്യം എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ഈ ആനന്ദത്തിൻ്റെ ഹൈറ്റ് എന്താ? അതാണ് ഈ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറയാനുള്ള കാരണം. സാന്ദ്രാനന്ദം, ആത്മബോധമാണ് ഏറ്റവും വലിയ ആനന്ദം.
അതിന് പകരം വെക്കാൻ വേറൊരു ആനന്ദമില്ല. അമ്മയും അച്ഛൻ്റെയും ഈ യോഗ കഥകളിലൊക്കെ പറയും, ഉമാമഹേശ്വരന്മാരുടെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അവരുടെ ആ മധുവിധുവിൻ്റെ കാലഘട്ടത്തിൽ അമ്മ ഭഗവാനെ ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചു വരികയുള്ളൂ. ഭർത്താവിനെ അനവധി വർഷം തപസ് ചെയ്തെങ്കിലും ഭഗവാനെ ഒരാളുമായിട്ട് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാവുക. അപ്പോൾ അമ്മ ഒരു ദിവസം ഭഗവാനോട് ചോദിക്കും, അവിടുന്ന് എൻ്റെ കൂടെ ഇരിക്കണ നേരത്ത് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങേക്ക്, പക്ഷെ അതല്ലാണ്ട് അങ്ങേക്കൊരു സന്തോഷമുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവരെ, അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന്. അപ്പം ഭഗവാൻ ചിരിച്ചിട്ട് പറയും, ഇത് നീ എന്തെങ്കിലും ചോദിക്കുന്ന എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ യോഗവിദ്യ ഉപദേശിക്കുന്നത്. അത് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന നേരത്തെ അങ്ങേക്ക് സന്തോഷമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതിലുപരിയായിട്ടൊരു ആനന്ദം അങ്ങ് അനുഭവിക്കണ്ടേ, അതെന്തായാലും അത് അദ്ദേഹം ഒരൊറ്റ ആലിംഗനത്തിൽ കൂടെ കൊടുത്തു എന്നാണ്. 10,000 വർഷം കൊണ്ട് സപ്തർഷികൾക്ക് പഠിപ്പിച്ചു, ഒരാലിംഗനം കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭൂതഗണങ്ങൾ തുള്ളിച്ചാടി വന്നിട്ട് ചോദിച്ചു, അത്ര ഞങ്ങൾ ഇത്ര കാലം കൂടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തന്നില്ലല്ലോ ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും നിങ്ങളും ഒന്നല്ലേ പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചു അത്ര, ഈ 960 കോടി ആൾക്കാർ. അതോടുകൂടി അവർക്ക് വളരെ സന്തോഷമായിട്ട് അവർ പോയി. ഇത് യോഗമാർഗത്തിലൊക്കെ പറയണ, ഈ യോഗികളുടെ ഇടയിലൊക്കെ പറയുന്ന ഒരു കഥയാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആത്മാനന്ദത്തിൻ്റെ ഹൈറ്റാണ് ആനന്ദം. ചെറിയ ചെറിയ ആനന്ദങ്ങളുണ്ട്, കുറച്ച് പൈസ കിട്ടിയ ആനന്ദം, വീട് വാങ്ങാൻ പറ്റിയ ആനന്ദം, കാർ വാങ്ങാൻ പറ്റിയ ആനന്ദം, കല്യാണം കഴിച്ച ആനന്ദം കുറച്ച് കാലത്തേക്ക്, പിന്നെ അങ്ങനെ ആനന്ദങ്ങളുണ്ട്. പക്ഷേ പ്രധാന ആനന്ദം, ഏറ്റവും വലിയ ആനന്ദം, അളവില്ലാത്ത ആനന്ദം, അവസാനിക്കാത്ത ആനന്ദം, ബ്രഹ്മാനന്ദം, അതുണ്ടാക്കുന്ന ഒരു കിക്കുണ്ട്, ഒരു വേവ്, ഇളകിളി. നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞ വാക്കെന്താ, ലഹർ. ലഹർ ലഹർ സംഗീതം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് ഗവൺമെൻറ്. ലഹർ എന്ന് പറഞ്ഞാൽ വേവ്, ലഹർ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് ലഹരി, ആനന്ദത്തിൻ്റെ വേവ്സ് ആണെന്ന്, വേവ്സ് ഓഫ് ബ്ലിസ്. അതാണ് സൗന്ദര്യലഹരി. അത് ഒരു മഹാത്മാവ് തൻ്റെ യോഗാവസ്ഥയിൽ ഇരുന്ന് ആ ദേവിയെ ധ്യാനിച്ചിട്ട് കിട്ടിയതിനെ വാക്കുകളിലാവുന്ന പോലെ പകർത്തി വെച്ചിരിക്കണം. കാരണം അത് വായിച്ചിട്ട് അത് വായിക്കുന്നവർക്ക് അത് കിട്ടട്ടെ എന്ന് കരുതിയിട്ട്. ഇങ്ങനെയുള്ള ഈ ആത്മാനന്ദത്തിനെ തന്നെയാണ് നാരായണീയത്തിലും പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവസാനം എങ്ങനെയാണ് അവസാനിക്കുന്നത്, സാന്ദ്രാനന്ദാവ ബോധാത്മകം പറഞ്ഞത്. ഗുരുവായൂരപ്പനെ പറയേണ്ട നമുക്ക് സൗന്ദര്യലഹരി പറയാൻ പറ്റില്ല. സാന്ദ്രാനന്ദാവ ബോധാത്മകം എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങിയിട്ട് അവസാനിക്കുമ്പോൾ പരമാനന്ദ സന്തോഷലക്ഷ്മി എന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പരമാനന്ദം ആണ് ലക്ഷ്മി, അതൊരിക്കലും നശിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. ഈ ബ്രഹ്മാനന്ദം, എനിക്ക് കിട്ടിയ ബ്രഹ്മാനന്ദം ഒരിക്കലും നശിക്കരുത്. നിത്യം ചിത്തസ്ഥി നമ്മേ, എൻ്റെ മനസ്സെപ്പോഴും ഒട്ടിയിരിക്കണം. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ, ഭട്ടതിരി അസാധ്യമായിട്ട് സൗന്ദര്യലഹരി വാസിച്ചിട്ടുള്ള ആളാണ്. ശ്രീപാദ സപ്തതിയൊക്കെ പോലുള്ള സ്തോത്രമൊന്നും അല്ലാണ്ട് എഴുതാൻ പറ്റില്ല. അവസാനം അദ്ദേഹത്തിന് എവിടുന്ന മോക്ഷം കിട്ടണം, ഗുരുവായൂരിന്നാണോ? ഗുരുവായൂരിന്നല്ല മോക്ഷം കിട്ടിയത്. ഗുരുവായൂരപ്പൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇരിക്കണ്ട, മുക്കോലയ്ക്ക് പോകുന്നു. അമ്മയുടെ അടുത്ത് പോയിട്ടാണ് മോക്ഷം കിട്ടിയത്. 80ഓളം 84 വയസ്സോ 86 വയസ്സിലോ മറ്റേ ഒരു ദിവസം രാവിലെ കുളിക്കാൻ പോകുന്ന സമയത്ത് മേൽക്കാവിൻ്റെയും കീഴ്ക്കാവിൻ്റെയും ഇടയിലൊരു വഴിയുണ്ട് കുളത്തിലേക്ക്. ആ പോകുമ്പോൾ കയ്യിൽ നിന്ന് കിണ്ടി താഴെ വീണ് അങ്ങനെ കുഴഞ്ഞു വീണ് ശരീരം പോവുകയാണ് ചെയ്തു. അപ്പം ഗുരുവായൂർ ഇരുന്നിട്ടല്ല അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ പറഞ്ഞയച്ചാണ് മുക്തിസ്ഥലത്തേക്ക് പോകാം. മുക്കോല വെച്ചാൽ മുക്തിസ്ഥലം എന്നർത്ഥം. ഇനി മുക്കോല ഏതാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. നിർമാല്യം സിനിമയിൽ ആ വെളിച്ചപ്പാട് പോയിട്ട് ഒരു അക്രമം കാണിക്കണ ഇതില്ലേ, അത് ഷൂട്ട് ചെയ്തത് അവിടെയാണ്, മുക്കോലയിലാണ്. വളരെ പുണ്യമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം ഈ ശ്ലോകങ്ങളൊക്കെ ഈ ആനന്ദത്തിനെ കുറിക്കുകയാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 41 ശ്ലോകങ്ങളെ വിളിക്കുന്ന പേര് തന്നെ ആനന്ദലഹരി എന്നാണ് വിളിക്കുക. ലഹരി വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവ്സ് അല്ലെങ്കിൽ പ്രവാഹം എന്ന് പറയാം. ആ പ്രവാഹത്തിൻ്റെ ഒപ്പം, ആ ബ്രഹ്മാനന്ദത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒപ്പം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഒരാൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അതിൻ്റെ ഒപ്പം വീണു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒപ്പം ഒരാൾ നടന്ന് പാടിക്കൊണ്ട് വീണു അതിനെക്കുറിച്ച്. അതാണ് സൗന്ദര്യലഹരി. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാമാക്ഷിയെക്കുറിച്ച്, കാഞ്ചീല കാമാക്ഷി പ്രത്യേകിച്ച്, ഇതിൻ്റെ മുഴുവൻ അധിഷ്ഠാന ദേവത കാഞ്ചീല കാമാക്ഷിയാണ്. ആ അമ്മയെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട സ്തുതികളുണ്ട്. ലളിതാ സഹസ്രനാമം, ലളിതാ ത്രിശതി 300 നാമം, മൂകപഞ്ചശതി എന്ന് പറഞ്ഞ മൂകകവിടെ. അതിൽ ലളിതാ സഹസ്രനാമത്തിൽ കാമകോടിക എന്ന് പേര് പറയുന്നുണ്ട്. കാരണം കാഞ്ചി കാമാക്ഷിയാണ് പറഞ്ഞത്. കാമകോടിക എന്നുള്ള വാക്കുണ്ട്. കാഞ്ചി കാമകോടി പീഠം എന്നല്ലേ പീഠത്തിൻ്റെ പേരന്നെ അല്ലേ, കാമകോടിക.
ലളിതാ ത്രിശതിയിൽ കാമകോടി നിലയാന്ന് പറയും, അവിടെ ഇരിക്കുന്നവൾ എന്നർത്ഥത്തിൽ. അതേപോലെ മുഖകവിയുടെ ഈ മുഖപഞ്ചശതിയിൽ ആചാര്യശതകം, പാദാരവിന്ദ ശതകം, സ്തുതി ശതകം, കടാക്ഷ ശതകം, മന്ദസ്മിത ശതകം എന്നൊക്കെ പറഞ്ഞിട്ട് 5 ശതകങ്ങളുണ്ട്. ഓരോ ശതകത്തിൽ 100 ശ്ലോകം വെച്ചിട്ടാണ്. ഈ സ്തുതി കാഞ്ചി കാമാക്ഷിയെക്കുറിച്ചാണ്. ഈ 3 എല്ലാ ദേവീഭക്തന്മാർക്കും വളരെ പ്രിയപ്പെട്ട 3 സ്തുതികളാണ്. ഇത് നിത്യസാധനയായിട്ട് ചെയ്യുന്ന ഭക്തന്മാരുണ്ട്, ധാരാളം പേര് ഉപാസിച്ച് സിദ്ധി വരുത്തിയവരുണ്ട്. ഈ 3 ചാറുള്ള ഈ 3 ഉപാസിച്ചാൽ കിട്ടേണ്ട ഫലം സൗന്ദര്യലഹരിയുടെ ഉപാസനയിൽ കിട്ടും. സൗന്ദര്യലഹരിയിൽ എവിടെയും നാമങ്ങളൊന്നും വെച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ സാധാരണ ധാരാളം സ്തുതികളിലൊക്കെ പല നാമങ്ങൾ കൊണ്ടൊക്കെ അമ്മയെ അഭിസംബോധന ചെയ്യും. ഇതിലങ്ങനെയൊന്നും ഇല്ല ശരിക്കും. പക്ഷെ ഓരോ വരിയിലും ദേവിയുടെ രഹസ്യം എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ മന്ത്രാക്ഷരങ്ങളെ ഇങ്ങനെ വെതറിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കണതിനാണ് പുടിതമായിട്ട് വെക്കുക എന്ന് പറയും. നമ്മൾ ഒരു ആചാര്യൻ്റെ കീഴിൽ പോയി കൃത്യമായിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് ഒരു സാധന ഏറ്റെടുത്തതിന് ശേഷം അത് ജീവിതത്തിൽ പിന്നെ പകർത്തി ദീക്ഷ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഗുരുവിനെ കണ്ടെത്തലേ കഷ്ടം. ഗുരുവിൻ്റെ പുറകെ നിന്നിട്ട് ഒരുപാട് കാലം നടക്കല അതിലേറെ കഷ്ടം. ഗുരു എന്നിട്ട് അവസാനം ഒരു ദീക്ഷ തന്നു, അതിനെ നന്നായി കൊണ്ട് നടക്കുക എന്നുള്ളത് അതിലേറെ എത്രയോ കഷ്ടം. ചിലപ്പോൾ ആ ഗുരു തന്നിട്ട് അങ്ങനെ പോവും, നമ്മൾ വഴിയിൽപ്പെട്ട അവസ്ഥയാവും. ഒരു പ്രശ്നം വരുമ്പോൾ കൈപിടിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ പ്രശ്നം വരുന്നവർ ചിലർ അവരവരുടെ കയ്യിലിരിപ്പുണ്ട് നഷ്ടപ്പെടുത്തി കളയണത്. ചിലരോട് എനിക്ക് ആ മന്ത്രം കിട്ടിയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ചെല്ലുണ്ടോ? ഇല്ല, ചെല്ലുന്നില്ല. അതെന്താ? പ്രാരബ്ധം പറ്റണില്ല, അല്ലെങ്കിൽ അത് ചെല്ലാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തലവേദന വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട് നമ്മളൊരു സാമ്പ്രദായികമായിട്ടുള്ള ദീക്ഷ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ എന്ത് ചെയ്യും? അവനും ഗുണം കിട്ടണ്ടേ എന്ന് കരുതിയിട്ട് മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ സ്തോത്രങ്ങൾ എഴുതും. എന്നിട്ട് ഈ വലിയ വലിയ മന്ത്രങ്ങളെയൊക്കെ അതിൻ്റെ ഉള്ളിൽ അക്ഷരങ്ങളെ കൊണ്ടിട്ട് ഇങ്ങനെ നട്ടുകൾ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കണ വഴി രഹസ്യമായിട്ട് പിടിപ്പിച്ചു. ഇപ്പോൾ ശ്രീവിദ്യയുടെ മന്ത്രമാതൃകാ പുഷ്പമാലാസ്തവം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു സ്തവമുണ്ട് ശങ്കരാചാര്യസ്വാമികൾ. അത് ഒരാവൃത്തി വായിച്ചാൽ 1 പ്രാവശ്യം ശ്രീവിദ്യാമന്ത്രം ജപിച്ച ഫലം കിട്ടി. എന്നാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളുടെ കഠിനമായിട്ടുള്ള ഫ്രെയിം വർക്കൊന്നും വരുന്നില്ല, ഭക്തിയോടുകൂടി ജപിച്ചാൽ മതി. അതേപോലെയാണ് സൗന്ദര്യലഹരി. സൗന്ദര്യലഹരിയിൽ അനവധി സ്ഥലത്ത് അനവധി ദിവ്യമന്ത്രങ്ങളാണ്. പ്രത്യേകിച്ച് ശക്തിപ്രണവം എന്നൊക്കെ നമ്മൾ പറയണ ഭുവനേശ്വരി ബീജം ഹ്രീങ്കാരം, അതിലൊരു ശ്ലോകത്തിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനി പുരാനാരീ ഭൂത്വാ പുരരിപുമപിക്ഷോഭമനയൽ സ്മരോഭിത്വം നത്വാരതി നയനലേഹ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി മോഹായ മഹതാ. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ഹരിക്ക് ഗുരുവായൂരപ്പന് ഈ മോഹിനിയാവാനുള്ള സൗന്ദര്യം കിട്ടിയത് അമ്മയെ ഉപാസിച്ചിട്ടാണ്. പറയുമ്പോൾ കഥയാണ്, അങ്ങനെയാണ് ഒരു കഥ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ചെല്ലിയാൽ ഈ ഭുവനേശ്വരിയുടെ ദീക്ഷ കിട്ടിയത് ഒരാൾക്ക് അത് ചെല്ലിയാൽ കിട്ടുന്ന ഫലം അവിടെ കിട്ടുന്നതാണ്. ഭുവനേശ്വരി മന്ത്രത്തിൻ്റെ സാധനാഫലമാണ് അതിൽ കിട്ടുന്നത്. ഇങ്ങനെ അനവധി മന്ത്രങ്ങളെ ആചാര്യസ്വാമികൾ അഥവാ അതിൻ്റെ യഥാർത്ഥ കർത്താവ് ആരാച്ചാൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ സൗന്ദര്യലഹരിയെക്കുറിച്ചുള്ള വേറൊരു മനോഹരമായിട്ടുള്ളൊരു കമൻട്രി കാഞ്ചി പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നു. കാഞ്ചി മഹാപരിവ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ കമൻട്രി ഉണ്ട്. അത് അദ്ദേഹം ശ്ലോകം എടുത്തിട്ടൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല, കൺസെപ്റ്റുകൾ വെച്ചിട്ട് പറഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ സാധാരണക്കാർക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. അത് മലയാളത്തിലേക്ക് പേര് സരസ്വതി വാര്യർ എന്നൊക്കെയാണ്, അവരാണ് തോന്നുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തത്. മനോഹരമായിട്ടൊരു പുസ്തകമാണ്. ഈ സൗന്ദര്യലഹരിയിൽ ഓരോ ശ്ലോകത്തിനും കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ വ്യാഖ്യാനത്തിലാണെങ്കിൽ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട്, പൂജ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അനവധി പ്രയോഗവിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെരിയവയുടെ ഈ വ്യാഖ്യാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പൂജയോ ഫലശ്രുതിയോ ഒന്നും പറയുന്നില്ല.
അമ്മയെ നമസ്കരിക്കുക, അമ്മ പറയണത് അനുസരിക്കുക, അമ്മയുടെ ഇഷ്ടത്തിനുള്ള ജീവിതം ജീവിക്കുക, അമ്മ എവിടെയൊക്കെ പോകണ്ടോ അമ്മയുടെ പുറകെ നടക്കുക, അമ്മയുടെ കയ്യിൽ നിന്ന് വിടാതിരിക്കുക. അമ്മ കൈ വിട്ടാലും നമ്മൾ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചോളണം, നമ്മുടെ സാരിത്തുമ്പിലോ എന്താ പറയുക വളയലോ എവിടെയെങ്കിലും തൂങ്ങുക, അല്ലെങ്കിൽ ചെരമ്പിൽ പിടിച്ചിട്ട് അഴിയുക, എങ്ങനെയെങ്കിലും ആ ദേവിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്ന അമ്മ നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചോളും എന്നുള്ളൊരു പ്രോമിസാണ്. ശരിക്കും സൗന്ദര്യലഹരി ആ വിധത്തിൽ കാണേണ്ട ആവശ്യമുള്ളൂ. കാര്യസാധ്യത്തിനായിട്ട് പഠിപ്പിക്കുന്നതാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കുഴപ്പം. ഇങ്ങനത്തെ ഇതൊക്കെ ഒരു ഓവർ ദ കൗണ്ടർ മെഡിസിൻ എന്ന് പറയില്ലേ നമ്മൾ, OTC ഈ മെഡിസിൻ പോലെ അങ്ങനെ ആക്കി ഇതിന്. നമുക്കെന്തോ ഇങ്ങനെ ഒരു എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ. അതിൽ ഈ ആദ്യത്തെ 41 ശ്ലോകങ്ങളിൽ 8, 9, 10, 11, 14, 17, 19, 21, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 31 തൊട്ട് 41 വരെയുള്ള 10 ശ്ലോകം, 8, 9, 10, 11, 14, 17, 19, 21 ഇത്രയും ശ്ലോകങ്ങൾ ശ്രീചക്രവിദ്യയാണ്. ചക്രത്തിൻ്റെ രഹസ്യം മൊത്തം. പക്ഷെ അത് ഒരു ഗുരു പഠിപ്പിച്ചു തരണം. അപ്പോഴേ അത് പ്രപഞ്ചത്തിലും ശരീരത്തിലും ധ്യാനിക്കാനുള്ള കഴിവ് കിട്ടുള്ളൂ. വൃത്തിയായിട്ട് വെച്ചു. ഇനി അത് വെറുതെ ചെല്ലുന്നവർക്കോ ആ ശ്രീചക്രത്തിന് ഉപാസിച്ച ഫലം കിട്ടുന്നു. അതാണ് അതിൻ്റെ ഭംഗി. ഒരു സാധാരണക്കാർ ഇതൊന്നും അറിയാണ്ടാണ് ഈ ശ്ലോകങ്ങൾ ചെല്ലുണ്ടാവും അല്ലേ. അത് അവിടെ കിട്ടുകയാണ്. ആ പൂജയിലേക്കുള്ള പ്രവേശം, ഒരു ശ്രീചക്രം പൂജിച്ച് തുടങ്ങുമ്പോഴുള്ള ചക്രപൂജയിലേക്കുള്ള പ്രവേശമാണ് 8ാമത്തെ ശ്ലോകം. ഞാൻ പറഞ്ഞു 1, 8, 27 പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ. അതിൽ 8ാമത്തെ ശ്ലോകം സുധാസിന്ധോർ മധ്യം. നമ്മളിങ്ങനെ വി ആർ എൻട്രിങ് ആ ഒരു ഗ്രാൻഡ് പാലസ് ഓഫ് ചക്രം. അതിൻ്റെ അകത്തേക്ക് കയറുന്ന ഫീലാണ് അതിൻ്റെ അകത്ത്. കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് സർ ജോൺ വുഡ്രോഫിൻ്റെ വ്യാഖ്യാനമൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടെ മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഗാധമായിട്ട് അത് പോയിട്ട് പഠിക്കാവുന്നതാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യലഹരിയുടെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. സൗന്ദര്യലഹരിയുടെ സാധനയോ സൗന്ദര്യലഹരിയുടെ ഫലസിദ്ധിയോ അല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞത്. ദേവി എൻ്റെ അടുത്ത് ഈ ടോപ്പിക്ക് നിശ്ചയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, സൗന്ദര്യലഹരിയുടെ മഹിമ പറയാം, ഇതിൻ്റെ ഗ്രേറ്റ്നെസ് എന്താണ്. കാരണം ഇന്ന് ഇതൊരു പടവാള് പോലുള്ളൊരു സാധനമാണ്. അതെടുത്തിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യണ പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കായ്കറി മുറിക്കാൻ നമുക്ക് പേനക്കത്തിയേ വേണ്ടൂ, ഒരു കിച്ചൺ നൈഫേ വേണ്ടൂ. അതിന് പകരം ഇത്തരം വലിയ ആയുധങ്ങളാണ് ശരിക്കും സൗന്ദര്യലഹരിയൊക്കെ പോലെ. ഇതൊക്കെ മോക്ഷ സാധനയ്ക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ ചെല്ലാൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ബർത്ത് റൈറ്റാണ്, അവകാശമാണ് മോക്ഷം. വാസ്തവത്തിൽ ഈ ഒരു അവകാശം നമുക്ക് ഉള്ളൂ, ബാക്കിയൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പല റൈറ്റ്സും തരുമായിരിക്കും, അതൊന്നും കാര്യമൊന്നുമില്ല. പ്രകൃതിയിൽ കൺസെൻസസിനും വിലയില്ല, ഡെമോക്രസിക്കും വിലയില്ല, കോൺസ്റ്റിറ്റ്യൂഷനും വിലയില്ല. അത് നിങ്ങൾ ആഫ്രിക്കയിൽ പോയാൽ മനസ്സിലാവും. ഞാനെപ്പോഴും പറയാറുണ്ട്, നാഷണൽ ജിയോഗ്രാഫിക്കിന് വേണ്ടിയിട്ട് നടന്ന കാലത്ത് മുഴുവൻ ഞാൻ പഠിച്ചത് ചോര കണ്ട് പഠിച്ചത്, പ്രകൃതിയിൽ ഡെമോക്രസിയും ഇല്ല, കൺസെൻസസും ഇല്ല, ഒരു യുട്ടോപ്യൻ ഐഡിയാസും അവിടെ വർക്കാവില്ല. അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവൾ കാളിയാവേണ്ട സമയത്ത് കാളിയാവും, സ്വന്തം കുട്ടിയെ പിടിച്ച് തിന്നും. ഉമയായിട്ടിരിക്കേണ്ട നേരത്ത് അവൾ സ്വന്തം കുട്ടിയെ നന്നായിട്ട് പാലൂട്ടി വളർത്തും. അടിച്ച് പഠിപ്പിക്കേണ്ട സമയത്ത് അവൾ ദുർഗയാവും. അതൊക്കെ അവളുടെ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കുന്നു. പ്രകൃതിയിലൊരു പോക്ക് അങ്ങനെയാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമത്തിനെതിരെ ആര് വന്നാലും അവൾ വെറുതെ വിടില്ല. ആ നിയമത്തിനെയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത്. ആ കർമ്മഫലം ഈ ലോകത്തിന് ഏറ്റവും നന്നായി പഠിപ്പിച്ചു കൊടുത്ത ഗുരുനാഥനാണ് എക്കാലത്തെയും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്. ഭഗവാനെ പോലെ കർമ്മത്തിൻ്റെ സിദ്ധാന്തം, പ്രകൃതിയെ എങ്ങനെ ഉപാസിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത വേറൊരാളില്ല. കാരണം നമ്മുടെ പ്രകൃതം, നമ്മുടെ മനസ്സ്, അതിനെ ഇത്രയും അപഗ്രഥിച്ചിട്ടുള്ള ഒരു ഫിലോസഫറും ഈ ഭൂമിയിൽ വരെ നടന്നിട്ടില്ല. ഇവിടെ 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ ശരിക്കും ശിവൻ എന്താണ്, ശക്തി എന്താണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭൃതി. ശിവൻ പോലും
ശക്തനായിത്തീരുന്നത്. പ്രവർത്തിക്കാനുള്ള ഫ്യൂവൽ ശിവന് കിട്ടണത് ശക്തിയുടെ ചേർച്ച കൊണ്ടാണ്, ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ നാടൻ ഭാഷയെ പറയും ശ വള്ളി വ ആണല്ലോ, അതിലാ വള്ളിയാണ് ഈ എന്ന് പറയും നമ്മൾ. അതായത് ദേവിയുടെ ശക്തി അതാണെന്ന്. അതിനെടുത്ത് മാറ്റിയാൽ ശിവൻ ശാപ പറയും, ഡെഡോ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഈ കാളി ശിവൻ്റെ മേലെ ചവിട്ടി നിൽക്കുന്ന, ശിവൻ ഇങ്ങനെ മൃതശരീരം പോലെ കിടക്കുന്നതും ജഡാവസ്ഥയിൽ കിടക്കുന്നതും അതിൽ ദേവി ചവിട്ടി നിൽക്കുന്നതുമായിട്ടുള്ള ആ സിമ്പൽ. ഇവിടെ ചില കഥകളിൽ പറയുമ്പോൾ അച്ഛൻ്റെ മേലെ ചവിട്ടിയല്ല പറഞ്ഞ നാക്ക് കടിച്ചാണ്, ആണിത്ര നാക്കിൽ പറഞ്ഞിട്ട് കടിച്ചാണ്. അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരി ഉണ്ട്. ഇപ്പോൾ ശിവനും പാർവതി ആനയുടെ വേഷം കെട്ടി നടന്നപ്പോൾ ഉണ്ടായ കുട്ടികൾ ഗണപതി എന്നൊക്കെ ഉള്ള കഥകളൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൈതന്യങ്ങളാണെന്നും അത് നമ്മളെപ്പോലെ ശരീരമുള്ളവരല്ലാന്നും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശിവൻ ബ്രഹ്മമാണോ? ആണ്, ബ്രഹ്മമാണ്. എങ്ങനത്തെ ബ്രഹ്മം? കർമ്മമേ ഇല്ലാത്ത ബ്രഹ്മം. അദ്ദേഹത്തിന് പുതുതായിട്ട് ഒരു ജ്ഞാനവും ഇല്ല. അദ്ദേഹം സ്വയമേവ ആനന്ദാവസ്ഥയിലിരിക്കും. ആ ആനന്ദാവസ്ഥയിലിരിക്കുന്ന ആളെ ലോകത്തിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത് ഈ അമ്മയാണ്. വരൂ, നമ്മുടെ മക്കളുടെ അടുത്തൊന്ന് പോവാം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരുന്നത്, ആ ചൈതന്യത്തിനെ, ആത്മാവിനെ ശരീരത്തിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുമ്പോഴാണ് നമുക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കർമ്മമില്ലാത്ത ബ്രഹ്മമാണ് ശിവൻ എന്ന് പറയും. കർമ്മമില്ലാത്ത ബ്രഹ്മത്തിനെയാണ് ഈ ശിവശക്തിയായുക്തോയിലെ ശിവനിൽ പറയുന്നത്. ആ ബ്രഹ്മത്തിനൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഒരു എനർജി വേണം. അത് ചിത്ശക്തി എന്ന് പറയും. അത് തന്നെ ശക്തി, അഥവാ ചിത്ശക്തി എന്ന് പറയും. ചിത്തും ശക്തി. നമ്മൾ ശരീരത്തിൽ ഒരാത്മാവ് പ്രവേശിക്കുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന തോട്ട് ഞാൻ ഈ ബോഡിയാണെന്നുള്ളതാണ്. അതാണ് ചിത്ത്. ഫസ്റ്റ് തോട്ടമാണ്. അമ്മയുടെ വയറ്റിൽ നമ്മൾ ഊറുമ്പോൾ തന്നെ ഫസ്റ്റ് സംഭവിക്കുന്ന ഫസ്റ്റ് തോട്ടമാണ് ചിത്ത്. അതിന്ന് ഞാൻ എന്നുള്ള അഹങ്കാരം ഉണ്ടാവും. പിന്നെ അതിനെ നിലനിർത്താനുള്ള ഉപായം ചിന്തിക്കാൻ തുടങ്ങും. അത് ബുദ്ധിയും. പിന്നെ അത് ഈ നിലനിർത്തൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും ഇതുകൊണ്ട് എങ്ങനെ സുഖം അനുഭവിക്കാമെന്ന്. കാരണം ശരിക്കും അകത്തുള്ള എല്ലാ കാലത്തുള്ള ബ്രഹ്മാനന്ദയുടെ സുഖത്തിനാണ് അന്വേഷിക്കണത്. പക്ഷെ അത് പുറം ലോകത്ത് അന്വേഷിച്ച് ദുഃഖിച്ചിട്ട് കസ്തൂരിമാൻ എങ്ങനെയാണോ കസ്തൂരിയുടെ മണം സ്വന്തം ശരീരത്തിൽ നിന്നാണ് വരണമെന്ന് അറിയാണ്ട് ലോകം മുഴുവൻ അലഞ്ഞുകൊണ്ട് നടക്കുന്നത്, അതുപോലെ അലയും. ആ അലയാൻ ഉപയോഗിക്കുന്ന, സുഖമന്വേഷിക്കുന്ന, സുഖമറിയാൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിനെ മനസ്സ് എന്ന് പറയും. അപ്പോൾ അതിനെ റിവേഴ്സ് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അതാണ് മനോബുദ്ധി അഹങ്കാര ചിത്തസ്വരൂപ എന്ന് അമ്മയെ പറയും. ഇങ്ങനെയാണ് നമ്മുടെ കോൺഷ്യസ്നസ്സിൻ്റെ ലെവൽസ് ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ചിത്തത്തിനെ ഉണർത്തി കൊണ്ടുവന്നാൽ ശക്തി അറിയാറാണ്. അവൾ വേണം നമ്മളെ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകാൻ. അമ്മയെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് അറിയണോണ്ട് തന്നെയാണ് ഒരു വൈഷ്ണവകൃതിയായിട്ടുള്ള നാരായണീയത്തിൻ്റെ അവസാനത്തിൽ ആ യോഗീന്ദ്രാണാം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ പരമാനന്ദ സന്തോഷ ലക്ഷ്മി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. പരമാനന്ദമാകണം, ബ്രഹ്മാനന്ദമാകുന്ന വർദ്ധിച്ചു വരുന്ന ലക്ഷ്മി, ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നവൾ. അതാണ് ലക്ഷ്മി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഏത് ലക്ഷ്യം? ബ്രഹ്മം. അതിൻ്റെ ആ ആക്ടിവിറ്റിയിൽ നിന്ന് എന്ത് ആനന്ദമാണോ ഉണ്ടാവുന്നത് അതിൻ്റെ ലഹരി സൗന്ദര്യ ലഹരിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കും. സൗന്ദര്യലഹരിയിൽ കവിതയുണ്ട്, ഭക്തിയുണ്ട്, യോഗമുണ്ട്, മന്ത്രമുണ്ട്, തന്ത്രമുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാന്നാണ് വേദാന്തം പറഞ്ഞത്. അതായത് ഈ കാണാനായിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചൈതന്യമുണ്ട്, മാറാതിരിക്കുന്നത്. അതിനൊരു ചേഞ്ചും ഇല്ല. കാണാവുന്ന പ്രപഞ്ചം മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉദ്ധവഗീത പഠിച്ചാലും, ഭാഗവതത്തിലെ അവസാന ഭാഗത്ത് ഉദ്ധവഗീത പഠിച്ചാലും, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചാലും, നിങ്ങൾ സാഖ്യം പഠിച്ചാലും, വേദാന്തം പഠിച്ചാലും, എന്ത് പഠിച്ചാലും ആത്യന്തികമായിട്ട് എത്തുന്നത് ഈ സത്യത്തിലേക്കാണ്. ഭാഗവതം പോലും ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് സത്യം പരം ധീമഹി എന്നാണ്. സത്യത്തിനെ ഉപാസിക്കുക, സത്യം എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ കഥയല്ലേ, കൃഷ്ണൻ പരം ധീമഹി എന്ന് പറഞ്ഞാൽ പോലെ എഴുതിയില്ല. എല്ലാ സ്ഥലത്തും ഞാൻ പറയാറുള്ളതാണ്. ഇനി ശിവൻ്റെ ഭക്തർക്ക് ഒരാളെ എഴുതി ശിവം പരം ധീമഹി എന്ന് പറഞ്ഞാൽ പോലെ ശക്തിം പരം ധീമഹി എന്ന് പറയാമായിരുന്നല്ലോ, പറഞ്ഞില്ല. സത്യം പരം ധീമഹി എന്നാണ്.
അപ്പോൾ സത്യം എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് വിളിക്കുന്നത്, അത് മാത്രമാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ആ വസ്തു. നമ്മുടെ ബോധം എന്ന് പറയുന്നൊരു വസ്തുവാണ്. ആ ബോധത്തിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്തൊരു തലത്തിലാണോ ആനന്ദമുണ്ടാവുന്നത്, ആ ആനന്ദത്തിനെ സൗന്ദര്യലഹരി എന്ന് വിളിക്കുന്നു. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ കവിതയെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇത് മനസ്സിലാവുന്ന മാത്രമല്ല നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യത്തിനെ നമുക്ക് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എപ്പോഴും ഉപാസനയിൽ പലർക്കും അടിപതറണം എന്ന് വെച്ചാൽ ആദ്യം ഭയങ്കര ആവേശമായിരിക്കും. ആവേശത്തിൽ ഇറങ്ങി നടന്നിട്ട് പലതും ചെയ്യും. പക്ഷെ അതിൽ നിന്ന് ഉണ്ടായി വരുന്ന പ്ലസ്സുകളെ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള കെൽപ്പ് നമുക്കുണ്ടാകും. ഗുരുനാഥൻ്റെ അനുഗ്രഹം അതിനാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. ഇനി ഗുരുനാഥൻ കിട്ടിയില്ലെങ്കിലും ഏത് മാർഗത്തിലാണോ നമ്മൾ ഉപാസിക്കുന്നത് ആ ദേവത തന്നെ നമ്മുടെ ഗുരുനാഥൻ. ഇപ്പോൾ സൗന്ദര്യലഹരി പഠിപ്പിച്ചു തരാൻ ഒരാളെ നമുക്ക് കിട്ടിയില്ലെങ്കിലും മനസ്സിൽ ശങ്കരഭഗവത്പാദരെ വിചാരിക്കുക, അമ്മയെ വിചാരിക്കുക, അമ്മയെ ഗുരുനാഥയായിട്ട് കാണുക. തന്നെ തെളിഞ്ഞു വരും, സമർപ്പണം ഉണ്ടായാൽ മാത്രമേ. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് കുറച്ച് അതിൻ്റെ കോറായിട്ടുള്ള ഏറ്റവും സ്പൈനായിട്ടുള്ള കാര്യം എടുത്തിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. വല്ലാതെ ഞാൻ വിസ്തരിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് കിട്ടേണ്ടതുണ്ട്, അത് ഉറപ്പാണ്. അത് വേണ്ടത് കിട്ടും. നന്നായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഇതുണ്ടായ കഥയൊന്ന് പറയാം. കഥ കേൾക്കാനാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ കഥയ്ക്ക് ഒരു കഥ, അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. ദക്ഷിണാമൂർത്തി സാക്ഷാൽ മഹാദേവൻ സ്വയം ശങ്കരാചാര്യസ്വാമികളുടെ ശരീരമെടുത്ത് മനുഷ്യാവതാരം എടുത്തിട്ട് ഈ ഭൂമണ്ഡലത്തിൽ സഞ്ചരിച്ച് അനവധി പുണ്യതീർത്ഥങ്ങളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ ചെന്ന് വിദ്വാൻമാരുമായിട്ട് വാദപ്രതിവാദങ്ങൾ ചെയ്ത് തെറ്റിനെയൊക്കെ, തെറ്റായിട്ടുള്ള ഭാവങ്ങളെ, ദ്വൈതമായിട്ടുള്ള ഈ രണ്ടായിട്ട് കാണുന്ന രീതികളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് എല്ലാ സ്ഥലത്തും തൻ്റെ ദിവ്യമായിട്ടുള്ള അറിവ് കൊണ്ടും ശക്തി കൊണ്ടും ചൈതന്യത്തെ അങ്ങനെ സ്ഥാപിച്ചിട്ട് ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെയും ദ്വാരക തൊട്ടിട്ട് പുരി വരെയും ഭാരതത്തിൻ്റെ വടക്കും തെക്കും അതേമാതിരി കിഴക്കും പടിഞ്ഞാറുമായിട്ടൊക്കെ സഞ്ചരിച്ച് ഉണ്ടാക്കി തന്ന ഒരു കെട്ടുറപ്പുണ്ട്. അത് ഭാഷ വേറെ ആയിരിക്കാം, ജീവിത രീതികൾ വേറെ ആയിരിക്കാം, ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും മനുഷ്യരുടെ സ്വഭാവ രീതികൾ പോലും, പ്രകൃതിക്ക് മാറ്റം ഉണ്ടാവാം. എന്നാലും ഈ ഭാരതം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ പൊളിറ്റിക്കലായിട്ട് കാണുന്ന ഒരു രാജ്യത്തിൻ്റെ സംഘടനം, അതിൻ്റെ ഒരു ഘടന ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ആളാണ് കാരണം, ആചാര്യസ്വാമികളാണ്. ശങ്കരനില്ലെങ്കിൽ ഇന്നത്തെ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതിന്നും ചെതറാതെ നിൽക്കുന്നത് ഒരൊറ്റ കയറിൽ കൂട്ടിയിട്ടിരിക്കുന്ന, ഒരു ചരടിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഈ മഹാത്മാവ് 16 വയസ്സ് തൊട്ട് തൻ്റെ 32ാമത്തെ വയസ്സ് വരെ സഞ്ചരിച്ച 16 കൊല്ലം കൊണ്ട് ഇട്ടിട്ട് പോയിട്ടുള്ള ഫൗണ്ടേഷനിലാണ് ആസ് എ കൺട്രി, ആസ് എ നേഷൻ നമ്മൾ ഇന്നും നിൽക്കുന്നത്. ആ മഹാത്മാവ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വേറൊരു കാര്യം കൂടെ ചെയ്തു. ഈ തപശക്തികളെയൊക്കെ താൻ ആർജിച്ചത് മാത്രമല്ലാതെ കാലാകാലത്തേക്ക് ഈ കൂട്ടിക്കെട്ടി വെച്ചതിൻ്റെ കെട്ടൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ ശ്രീചക്രങ്ങൾ സ്ഥാപിച്ചു വെച്ചു, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. അതായത് ചില കെട്ടുകൾ കെട്ടിവെച്ചു, ചില സ്ഥലത്ത് കാണാത്ത ചില കെട്ടുകൾ കെട്ടിവെച്ചു. ഇപ്പം കാണുന്ന കെട്ടുകളെയും കാണാത്ത കെട്ടുകളെയും പൊട്ടിക്കാൻ മറ്റ് പദ്ധതിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആശയങ്ങൾ മാറ്റിയിട്ടുള്ള രൂപത്തിലും നുഴഞ്ഞുകയറ്റത്തിൽ കൂടിയും ഭരണം പിടിച്ചെടുത്തിട്ടും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടും തീർത്ഥസ്ഥലങ്ങൾ നശിപ്പിച്ചിട്ടും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദേവന്റെ അച്ഛൻ്റെ സ്ഥാനത്തിരിക്കണവർ വരെ ദേവനെ നശിപ്പിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആത്യന്തിക ഫലം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. ഇതിന് പുറമെ വേറെ ഒരു വിഭാഗം ആൾക്കാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ ഭക്തി പ്രചരിപ്പിക്കുകയാണെന്നുള്ള വ്യാജേന ശിവൻ പിശാചാണ്, ദേവി പിശാചിനിയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് പുതിയ 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 കഥകൾ ഇറക്കിക്കൊണ്ടിരിക്കണം. ഗീത അവർ പറയണത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഭാഗവതം അവർ പറയണത് മാത്രമാണ് ഓതറൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്റത്തിനെ പുറത്തുനിന്ന് തകർക്കാൻ പറ്റാത്തവൻ്റെ ബുദ്ധിയാണ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി കളിച്ചിട്ട് അതിനെ പൊളിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പരദേവതാ പൂജ വേണ്ട, പിതൃക്കൾക്കുള്ള പൂജ വേണ്ട, പുതിയ പുതിയ രീതികളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ളൊരു കാലത്തെ കൂടെയാണ് ധർമ്മം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് സൗന്ദര്യലഹരിയും ആചാര്യസ്വാമികളെയൊക്കെ അനുസ്മരിക്കാൻ സാധിക്കുന്നത് വെറുതെ കേട്ട് 2 മണിക്കൂർ ഇരുന്ന് പോകാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളും നമ്മുടെ അടുത്ത തലമുറയ്ക്കും. ഇല്ലെങ്കിൽ ഇത് ഏകദേശം അവസാനിച്ച മട്ടാണ്.
കണ്ടുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ യന്ത്രസ്ഥാപനമൊക്കെ ചെയ്ത് സഞ്ചരിക്കണ കാലത്ത് അദ്ദേഹം ഒരിക്കൽ കൈലാസത്തിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം റീചാർജ് ചെയ്യാൻ പോകും, അച്ഛൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത്. റീചാർജ് ചെയ്യണമെങ്കിൽ സകലതിൻ്റെ സ്രോതസ് അവിടെയാണല്ലോ. അപ്പോൾ റീചാർജ് ചെയ്യാൻ പോയി അച്ഛനെയും അമ്മയും കണ്ടു, നമസ്കരിച്ചു. അവർ രണ്ടുപേരുടെയും പൂർണ്ണ ചൈതന്യം ഈ മനുഷ്യ ശരീരത്തിനുണ്ട്. അല്ലെങ്കിൽ 32 വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതേപോലെ ഇപ്പോൾ പരമാചാര്യർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമൻ തന്നെ ഒരു അവതാരമാണ് നാരായണൻ്റെ. ആ നാരായണൻ്റെ അവതാരം പരശുരാമൻ എന്ന് പറഞ്ഞ മറ്റൊരു അവതാരത്തിനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് യുദ്ധം ചെയ്യും. ഒരു തരത്തിൽ നോക്കിയാൽ നമ്മളൊക്കെ ഭഗവാനാണ്. നമ്മൾ തന്നെയാണ് അന്യോന്യം സ്നേഹിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മതി, അവതാര രഹസ്യം മനസ്സിലാക്കാൻ. എല്ലാം ഈശ്വര ചൈതന്യങ്ങളാണ്. ആരും താഴത് മുകളിലുള്ളതെന്നൊന്നുമില്ല. നന്ദനാർ പറയാറുള്ളൊരു വരി ഞാൻ സ്ഥിരം പറയാറുണ്ട്, മുപ്പാരും താണ്ടി വന്ന് അപ്പാടെ നിന്നവർക്ക് ഇപ്പാറവൈ കിടയാതെ അപ്പാവും തിരുനടനെന്ന്. ഞാനത് സലാല മൊബൈലിൽ ജനാർദ്ദൻ ചേട്ടനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. എൻ്റെ പാടത്തിൽ ആ കോടങ്കി ആ മൊബൈൽ കടയ്ക്ക് കയറി വരുന്നത് ഈ വരി പാടിക്കൊണ്ടാണ് വരണത്. 3 ലോകങ്ങളും, അതായത് 3 തലങ്ങളും, സ്വപ്നം, സുഷുപ്തി, ജാഗ്രത്, 3 അവസ്ഥകൾ. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, ഗാഠനിദ്രയുടെ അവസ്ഥ. അതിനെ താണ്ടി വന്ന് തുര്യത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ഭൂർഭുവസ്വ, ഗായത്രിയുടെ 3 വ്യാഹൃതികൾ, സ്വർഗം, ഭൂമി, നരകം, 3 സ്റ്റേറ്റുകൾ. ഇങ്ങനെ ഏത് തരത്തിലെടുത്താലും ഒരു 3 ത്രീഫോൾഡ് പ്ലെയിൻസ് ഉണ്ട് നമുക്ക്. ഇതിനെയൊക്കെ താണ്ടി വന്നിട്ട് അങ്ങനെ നിന്നവന് ഇപ്പാർവൈ കിടയാതെ നിന്ന് അവൻ ഒരിക്കലും വേറൊരുത്തനെ നോക്കിയിട്ട് അവൻ എന്നെക്കാട്ടിലും ചെറുത്, ഇവൻ എന്നെക്കാട്ടിലും മോശം എന്ന് പറയില്ല. ഭഗവാന് ഉച്ചനീചത്വങ്ങളില്ല. ഇന്നവൻ വലുത് ഇന്നത് ചെറുതെന്ന് എൻ്റെ മഹാദേവൻ പറയില്ല എന്നാണ് നന്ദനാർ പറഞ്ഞു വെച്ചത്. അപ്പോൾ ശ്രീരാമനും പരശുരാമനും ഒരാളാണ്. അതേപോലെ തന്നെ കൃഷ്ണനും ബലരാമനും സഹോദരങ്ങളായിട്ട് നടന്നില്ലേ? രണ്ട് അവതാരങ്ങൾ തമ്മിൽ കലഹിക്കുന്നു, 2 അവതാരങ്ങൾ തോളത്ത് കെട്ടി നടക്കുന്നു. അതായത് ഒരേ ചൈതന്യത്തിൻ്റെ 2 ഭാവങ്ങളായിട്ട് എപ്പോഴും ദ്വന്ദ്വം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാവങ്ങളായിട്ട് തന്നെ പ്രപഞ്ചത്തിൽ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെയാണ് അത്ര ശ്രീപാർവതിയും പരമേശ്വരനും ശങ്കരനെ കണ്ടത്. അവരെ തന്നെയാണ് അത്ര അദ്ദേഹത്തിൽ കണ്ടതെന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, പരമാചാര്യർ കാഞ്ചി പെരുവ. ഞാൻ എന്തിനാ ആ ഭാഗം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാലടിയിൽ ജനിച്ച് ഇവിടെ ജീവിച്ച ഒരു മലയാളി, നമ്മളൊക്കെ വിദേശത്ത് പോകണമാതിരി മൂപ്പര് ഫോറിനിൽ പോയി കുറേ പേരുണ്ടാക്കി അവിടെ കുറേ പുസ്തകം എഴുതി, അതല്ല അത്. ശങ്കരൻ കാലടിയിലാണ് ജനിച്ചതെന്ന് മലയാളിക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി ഏകദേശം ഈ 1920s വരെ അറിയ പോലും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ഇത്രയും അപമാനിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കൊടിപിടുത്തവും അടിയും തല്ലും മാത്രമേ ഉള്ളൂ. ശൃംഗേരി പീഠത്തിൽ അഭിനവ നരസിംഹഭാരതി സ്വാമികൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. കാലടിയിലാണ് അദ്ദേഹം ജനിച്ചത്. അന്നാണ് ഇവിടെ മലയാളി തന്നെ അറിയണത് കാലടിയിലാണ് ജനിച്ചത്. ഇന്നിപ്പോൾ ഈ പൊക്കിപ്പിടിച്ച് നടക്കണ വലിയ ഹെറിറ്റേജ് പറയണ്ടല്ലോ, വലിയ ഉടമസ്ഥാവകാശം. ഈ മലയാളിയുടെ 99% കാര്യങ്ങളും ഈ സോപ്പ് ബബിള് പോലെയാണ്. അതേപോലെയാണ്. അതുവരെ അറിയില്ല ഈ നാട്ടിൽ ജനിച്ച ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് ഒരു ഐഡിയ ഇല്ല. അദ്ദേഹം പഠിപ്പിച്ചു എന്ന് പറയണ ഒരുപാട് അനാചാരങ്ങൾ അദ്ദേഹം സ്വപ്നത്തിൽ പോലും പറയാത്തത് ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. തരും ശാങ്കര സ്മൃതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കേരള ബ്രാഹ്മണരുടെയൊക്കെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് പറയുന്ന ഗ്രന്ഥം ശങ്കരൻ എഴുതിയതൊന്നുമല്ല, പാവം ചീത്ത കേട്ടുകൊണ്ടിരിക്കുക, അദ്ദേഹം എഴുതിയതാണെന്നും പറഞ്ഞിട്ട്. അദ്ദേഹത്തിനൊക്കെ എത്രയോ കാലത്തിന് ശേഷം ഈ 17, 18 നൂറ്റാണ്ടിൽ ആരോ എഴുതിയുണ്ടാക്കിയ ഒരു സാധനം അത്. അതിന് പേര് എന്നിട്ട് ശാങ്കര സ്മൃതി, മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ മാതിരി ശാങ്കര സ്മൃതി എന്ന് പേരും കൊടുത്തു. അപ്പോൾ എന്ത് വൃത്തികേടും അദ്ദേഹത്തിൻ്റെ പേരിൽ വെച്ചിട്ട് രക്ഷപ്പെടാനും നടപ്പിൽ വരുത്താനും ശ്രമിച്ചിരുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മിസ്ഇൻ്റർപ്രറ്റഡായിട്ട് പോയത്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നമ്മുടെ കുറ്റമാണ്. അപ്പോൾ അങ്ങനെ അവിടെ അദ്ദേഹം തൻ്റെ തന്നെ മൂലസ്ഥാനമായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ കണ്ട് നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് മഹാദേവൻ സന്തോഷിച്ചിട്ട് 5 സ്ഫടിക ശിവലിംഗങ്ങൾ കൊടുത്തു, പഞ്ചലിംഗങ്ങൾ കൊടുത്തു, കൂടാതെ ഒരു ഗ്രന്ഥവും കൊടുത്തു. ചില കഥകളിൽ പറയണത് ഗ്രന്ഥം കൊടുത്തത് അമ്മയാണത്രേ, ലിംഗങ്ങൾ അച്ഛനാണ് കൊടുത്തത്. അതായത് ആത്മാവിനെ ഉപാസിക്കാൻ, പഞ്ചഭൂതാത്മാവാണ് നമ്മുടെ ശരീരം, 5 ഭാവങ്ങളിലാണ് ശിവലിംഗങ്ങളെ കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ
പഞ്ചഭൂത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിൻ്റെ ലിംഗം ചിദംബരം, വായുവിൻ്റെ ലിംഗം ആന്ധ്രയിലായിരിക്കുന്നത് കാലഹസ്തിയിൽ. നമുക്ക് കാലഹസ്തി എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും പൂജ ചെയ്യാൻ പോണ സ്ഥലമാണ്, അതേ അറിയുള്ളൂ. അങ്ങനെയാണ് അവസ്ഥ. എന്നാൽ അത് അതിനുള്ള സ്ഥലമല്ല, അത് അങ്ങനെ ആയിപ്പോയതാണ്. കണ്ണപ്പൻ കണ്ണ് പറിച്ചു കൊടുത്ത സ്ഥലമാണ്, അത്രയും ചൈതന്യമുള്ള സ്ഥലം. ഇല്ല, സമയമായിട്ടില്ല, 8:45 ആവണം, 8:30 ആവണം. അപ്പം അത് കഴിഞ്ഞ് അഗ്നിയുടെ ലിംഗം അരുണാചലം, ജലത്തിൻ്റെ ലിംഗം തിരുവാനേക്കാവിൽ, ശ്രീരംഗത്തിൻ്റെ കാവേരി നദിയുടെ അക്കരെ ആനക്കോവിൽ എന്ന് പറയും, അവിടെയാണ് ഈ അപ്പുലിംഗം ഇരിക്കുന്നത്. ഞാൻ പറയാറില്ല, ആ വാക്കുന്നാണ് ഈ നമ്മുടെ നാട്ടിൽ കുട്ടികളെ അപ്പു എന്ന് വിളിക്കുന്ന ശീലം വന്നതെന്ന് പറയാറുണ്ട്. ഈ അപ്പു എന്ന് വിളിക്കുന്ന കുട്ടികൾക്കൊക്കെ വെള്ളം കൂടി കൂടുതലായിരിക്കും, അവർ ഒരുപാട് വെള്ളം കുടിക്കും. അതിനൊരു പ്രധാന കാരണം ഇതാണ്. കാരണം ജലസ്വഭാവത്തിലാണ്, ശിവനെയാണ് അവിടെ വിളിക്കുന്നത്. ഈ അപ്പു എന്ന് വിളിച്ചാൽ ശിവനെ വിളിക്കുന്നു. അപ്സുക്കൾ വെച്ചാൽ ജലത്തിൻ്റെ ദേവതകളാണ്. ഭൂമിതത്വത്തിൻ്റെ ലിംഗം കാഞ്ചീപുരത്തായിരിക്കുന്നത്, ഏകാംബരനാഥൻ എന്ന് പറയും, ഏകാംബരേശ്വര ക്ഷേത്രം. അമ്മയാണ് മിക്ക സ്ഥലത്തും പ്രതിഷ്ഠിച്ചത്. ആകാശലിംഗമെന്ന് ചിദംബരത്തിരിക്കുന്നത്. ചിദംബരത്ത് നമ്മൾ കാണുന്ന നടരാജൻ പിന്നീട് വന്ന വിഗ്രഹമാണ്. അവിടെ ശൂന്യത അടച്ചു കെട്ടിയ ഒരു പെട്ടിയാണ്, ഒരു ബോക്സ് പോലെയാണ്, ഒരു സ്പേസിനെയാണ് അവിടെ ആരാധിക്കുന്നത്. അപ്പം അതേ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന 5 ലിംഗങ്ങൾ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്, എന്നാലേ മനസ്സിലാവുള്ളൂ. ആകാശലിംഗം, വായുലിംഗം, അഗ്നിലിംഗം, ജലലിംഗം, പൃഥ്വിലിംഗം. ആ ഗ്രന്ഥത്തിൽ ദേവിയെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. അത് സാക്ഷാൽ മഹാദേവൻ തന്നെ അമ്മയെ സ്തുതിച്ചിട്ട് രചിച്ച 100 ശ്ലോകങ്ങളാണ്. അപ്പം അതിൻ്റെ ഋഷി ആരാ? ശരിക്കും ഭഗവാൻ തന്നെയാണ്. വശിന്യാദി വാഗ്ദേവതകൾ എങ്ങനെയാണോ 1000 നാമങ്ങൾ കൊണ്ട് 64 കോടി യോഗിനികളാണ് ഈ വശിന്യാദി വാഗ്ദേവതകൾ. ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷികളെന്ന് പറഞ്ഞാൽ ഒരാളല്ല, 64 കോടി ദിവ്യശക്തികളാണ്, സ്ത്രീശക്തികളാണ് വശിന്യാദി വാഗ്ദേവതകൾ. അതേപോലെ മഹാദേവൻ സ്വയം, മഹാദേവൻ പ്രപഞ്ചത്തിൻ്റെ ഘടനയാകുന്ന ദേവിയെ ജോമിതീയമായിട്ട് ജോമെട്രിക്കലായിട്ട് ഒതുക്കിയെടുത്തുണ്ടാക്കിയതാണ് ശ്രീചക്രം എന്നാണ് പറയുന്നത്. ചക്രരാജനായിട്ടുള്ള ശ്രീചക്രത്തിനെ ക്രിയേറ്റ് ചെയ്തത് ഭഗവാനാണ്. ഭഗവാന്റെ പോലൊരു ബ്രെയിനെ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചറിലേക്ക്, അത് സിമ്പിൾ എന്ന് വിളിക്കാൻ പാടില്ല, എന്നാൽ പ്രപഞ്ചത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ, കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ ശ്രീചക്രം ലളിതമാണ്, ലളിതയാണ്. ലളിതൻ എന്ന് പറയാറില്ല, ലളിതേശ്വരൻ എന്ന് പറയില്ല, ലളിത മഹാത്രിപുര സുന്ദരൻ എന്ന് പറയാറില്ല, എന്ന് പറയും. സിംപ്ലിസിറ്റിയിലാണ് സ്ട്രക്ചർ മുഴുവൻ ഇരിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യം പറയുമ്പോഴാണ് ഏറ്റവും കഷ്ടം പറയാൻ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ചെവി കൂടെ കെട്ടി ചെവി കൂടെ വിട്ടാൽ മതി, ഒന്നും ഉള്ളിലേക്ക് എടുക്കേണ്ട ബാധ്യതയില്ല. സാധാരണ ഞാൻ പ്രഭാഷണം ചെയ്യുന്ന സ്പീഡിലേ അല്ല ഞാൻ ഇത്ര നേരം ഞാൻ സൗന്ദര്യലേരി പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അടുക്കായിട്ട് ഇത്ര പോയിലി വഴുക്കി വീഴും, വളരെ അപകടമാണ്. അത് കിട്ടേണ്ടത് കിട്ടണം അവിടെ അകത്തേക്ക്. അപ്പോൾ ഭഗവാൻ തന്നെ പഞ്ചലിംഗങ്ങൾ കൊടുത്ത് അമ്മ അറിവാകുന്ന ആ 100 ശ്ലോകങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പം കൊടുത്തു, വാങ്ങി. 2 കാര്യങ്ങൾ അവിടെ നടന്നു. ആര് വാങ്ങി? അവരുടെ തന്നെ രൂപമായിട്ടൊരാൾ വാങ്ങി. ആരാ കൊടുത്ത്? ബ്രഹ്മം കൊടുത്തു. ബ്രഹ്മം വാങ്ങി, എഴുതിയിരിക്കുന്നത് ബ്രഹ്മത്തെ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരൊറ്റ സൈക്കിളാണെന്ന് ആചാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് പെരിയവ. ഞാൻ പെരിയവ പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് എടുത്തേച്ചാൽ, കൊടുത്തവരും വാങ്ങിയവരും കൊടുക്കപ്പെടുന്ന വസ്തു ഒക്കെ ഒന്ന് തന്നെയാണ്, ഇതിൽ പോലും അദ്വൈതമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പഞ്ചലിംഗങ്ങളിൽ ഒന്നിരിക്കുന്നത് കാഞ്ചിയിലാണ് ഇരിക്കുന്നത്. കാഞ്ചിയിൽ ഇരിക്കുന്ന ചന്ദ്രമൗലീശ്വരൻ്റെ ലിംഗം, സ്ഫടികലിംഗം, മഹാദേവൻ കൊടുത്ത 5 ശിവലിംഗങ്ങളിൽ ഒന്നാണെന്നാണ് സങ്കല്പം. നമ്മളിപ്പോഴും പോയാൽ അതിൻ്റെ ദർശനം കാണും. അതിനെ യോഗലിംഗം എന്നാണ് പറയുക. ബാക്കി 4 എണ്ണത്തിൽ മുക്തിലിംഗം ഇരിക്കുന്നത് കേദാരനാഥത്തിലാണ്. വരലിംഗം എന്ന് പറയുന്നത് നേപ്പാളിലുള്ള ഒരു ക്ഷേത്രത്തിലാണ്, ഒരു നീലകണ്ഠ ക്ഷേത്രത്തിലാണ്. ഭോഗലിംഗം എന്ന് പറയുന്ന ഒരു ലിംഗമുണ്ട്, അത് നമുക്കിപ്പോഴും കനകസഭയിൽ അത് വെച്ചിട്ട് ചന്ദനം കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യണം കാണാം. ചിദംബരത്ത് പോയാൽ ശങ്കരാചാര്യസ്വാമികൾ അതവിടെ കൊടുത്തിട്ടാണ് പോയത്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അവിടെ അഭിഷേകം നടക്കുന്ന സമയത്ത് ആ കനകസഭയുടെ പുറത്ത് നമ്മൾ ഭക്തരൊക്കെ നിൽക്കുമ്പോൾ ഇതവിടേക്ക് പുറത്ത് കൊണ്ടുവന്ന് വെച്ച്
നമ്മൾ കാണാൻ അഭിഷേകം ചെയ്യണം. അങ്ങനെ ആചാര്യസ്വാമികൾ ഈ പഞ്ചലിംഗങ്ങളെയും സ്തോത്രത്തെയൊക്കെ സ്വീകരിച്ച് അച്ഛനെയും അമ്മയും താണു വണങ്ങി പുറത്തേക്ക് ഈ സ്തോത്രങ്ങളെ പ്രചരിപ്പിക്കാം, ലോകത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്ത് കിടക്കുന്ന സമയത്ത് ആ വാതിലിൻ്റെ അവിടെ കാവൽ നിൽക്കണ നന്ദികേശ്വര സ്വാമി അവിടെ നിൽക്കാൻ പറഞ്ഞു. നമ്മൾ കറക്റ്റ് ബില്ലൊക്കെ അടച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് ആ ട്രോളിയും തള്ളി പുറത്ത് വരുമ്പോൾ ഒരാൾ കയ്യിലൊരു ചവടിയും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ, ആ ബില്ല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ നിന്നിട്ട് അവിടെ ആ കൗണ്ടറിൽ നിന്ന് നോക്കി ആളെക്കാട്ടിലും കൂടുതൽ നേരെ അത് മുഴുവൻ ഓരോന്നായിട്ട് നോക്കി വണ്ടി മാർജിൻ ഫ്രീയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. കാരണം അവർക്ക് നോക്കി ടാലി ചെയ്തിട്ട് തീരില്ല ബില്ല്. സ്വാമി വരം നൽകിയാലും വൃത്യം നൽകില്ല എന്ന് പറയും. അതുപോലെ നന്ദികേശ്വര സ്വാമി വഴിയിൽ വെച്ചിട്ട് അങ്ങോട്ട് തടഞ്ഞു. ഇതെന്താ ഇത് എവിടേക്ക് എടുത്തുകൊണ്ട് പോണത്? അപ്പോൾ പറഞ്ഞില്ല, അച്ഛൻ തന്നതാണ്, അമ്മ തന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നന്ദികേശ്വരന് വളരെ വിഷമമായത്രേ. അച്ഛൻ അമ്മയെക്കുറിച്ച് സ്തുതിച്ച് ചെല്ലിയ ഗ്രന്ഥമല്ലേ, അത് കൈലാസത്തിൽ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. പണ്ടത്തെ മാതിരി ഫോണിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, സ്കാൻ ചെയ്യാൻ പറ്റില്ല, PDF ആക്കാൻ പറ്റില്ല. ഒറ്റ കോപ്പിയേ ഉള്ളൂ, ഹാൻഡ് റിട്ടൺ 1 കോപ്പി അത്രയേ ഉള്ളൂ. അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം അത് വളരെ കോപത്തോട് കൂടിയിട്ട് ഇതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ സ്വാമികളെ അവിടെ പിടിച്ചു നിർത്തി ആ ഗ്രന്ഥം തട്ടിപ്പറിച്ചെടുത്തു. നന്ദികേശ്വരൻ്റെ അടുത്ത് എതിർക്കാൻ പറ്റുമോ? ആചാര്യസ്വാമികൾ ഒന്നും പറയാതെ ശരി ഇല്ല, ഞാൻ കൊണ്ടുപോകണേ പറഞ്ഞിട്ട് അത് കൊടുത്ത് അദ്ദേഹം ഈ പഞ്ചലിംഗങ്ങളുമായിട്ട് പുറത്തേക്ക് വന്നു. പക്ഷെ തട്ടിപ്പറിച്ചിട്ട് പോകുന്ന സമയത്ത് 41 ശ്ലോകങ്ങളോളം ഉള്ള ഓല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ടു. നന്ദികേശ്വരൻ്റെ കയ്യിൽ 51 ശ്ലോകങ്ങളുടെ ഓലയും പെട്ടു. ആ തട്ടിപ്പറിച്ചാണല്ലോ, അപ്പോൾ മുഴുവൻ അങ്ങോട്ട് പോയില്ല, അങ്ങനെ പെട്ടു. അപ്പോൾ 100-ൽ 51 നന്ദികേശ്വരൻ്റെ കയ്യിലായി. സ്വാമികൾ 41 ശ്ലോകം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ നാച്ചുറലി വിചാരിക്കും ഈ നന്ദികേശ്വരൻ്റെ അടുത്ത് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കാഞ്ചി പരമാചാര്യർ. കാരണം നമുക്ക് കിട്ടേണ്ടിയിരുന്ന 100 ശ്ലോകത്തിന് അദ്ദേഹം തട്ടിപ്പറിച്ചില്ലേ, അപ്പോൾ നമുക്ക് ദേഷ്യം തോന്നണ്ടേ എന്നാണ് ചോദിക്കണത്. അപ്പോൾ അതും സാക്ഷാൽ അമ്മ തന്നെ കൊടുത്തിട്ട് നീ പോയിട്ട് എൻ്റെ ഈ മഹിമ പ്രചരിപ്പിക്കപ്പെട്ടു, പിന്നെ ഇങ്ങേർക്കെന്താ അവരുടെ കാര്യം, ഹൗ ഡെയർ ഹി ഡു ദാറ്റ് എന്ന് ചോദിക്കുന്ന ആ ഒരു ഇതുണ്ടാവാം നമുക്ക്. പക്ഷേ അങ്ങനെ വിഷമിക്കരുതെന്നാണ് പറഞ്ഞത്. അതിന് നന്ദി പറയണം നന്ദികേശ്വരനോട്, അതിൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയും. അപ്പോൾ അമ്മ അനുഗ്രഹിച്ച് നൽകിയതിൽ പകുതിയിലധികം കയ്യിൽ നിന്ന് പോയി, വിധിയാണ്. അങ്ങനെയാണ് ചിലപ്പോൾ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഉപദേശം കിട്ടിയാൽ പോലും യോഗം ഉണ്ടെങ്കിലേ അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പൂർവ്വകർമ്മം എന്തായിരിക്കും തടസ്സമായിട്ട് നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ കരുതണ മാതിരിയല്ല, നമ്മൾ ഈശ്വരനെ വെച്ചു ആരാധിച്ചു ഒക്കെ ഉണ്ടെങ്കിലും ആ ഗ്രേസ് നമ്മളിലേക്ക് വരാൻ. ഇപ്പം ചില ആൾക്കാർ പറയും, ഞാൻ അവതാരം നടത്തി 3 എണ്ണം നടത്തി, മകൾക്ക് കുട്ടിയായിട്ടില്ല, അല്ലെങ്കിൽ സ്വയംവരം നടത്തി കല്യാണം നടന്നിട്ടില്ല എന്നൊക്കെ പറയും. ചിലർക്ക് അവതാരം നടത്തുന്നൊക്കെ പറയുമ്പോഴേക്കും കുഞ്ഞാവും. അത്രയേ ഉള്ളൂ, ചെറിയൊരു കർമ്മത്തിൻ്റെ വിഷയം ഉണ്ടാവുള്ളൂ, ഭഗവാൻ അപ്പോഴേക്കോ തട്ടിക്കളയും. ചിലത് അങ്ങനെയല്ല, ഈ ബാലിയുടെ ഗുഹാമുഖം സുഗ്രീവൻ വെച്ചടച്ച കല്ല് പോലെയാണ്, തള്ളിയാലും പോവില്ല. അപ്പം എന്താവും, കൂടുതൽ കർമ്മവിഭാഗമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ കർമ്മം നശിക്കാനുള്ള ഉണ്ടാവണം. അല്ലാണ്ട് ഞാൻ ഈ വഴിപാട് നടത്തി ആ പൈസ ചിലവാക്കി ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പിന്നെ ചില സമയങ്ങളിൽ ചില അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആഗ്രഹം നടക്കാതിരിക്കുന്നതാണെന്ന് അത് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അതായിരുന്നു അനുഗ്രഹം എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഏത് വഴിപാട് കഴിക്കുമ്പോഴും എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എത്ര തീവ്രമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഭഗവാനെ എനിക്ക് അർഹതയുണ്ടെങ്കിൽ തരണേ എന്നാണ് പറയുന്നത്. അല്ലാണ്ട് തരണേ എന്ന് പറഞ്ഞിട്ട് അടിച്ചു പറയരുത്. ഇത് വളരെ പ്രധാനമാണ്. ആചാര്യസ്വാമികൾ എന്താ പറയുക, സർവസംഘ പരിത്യാഗിയാണ്. അദ്ദേഹത്തിന് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടാവാനും വഴിയില്ല. കിട്ടി, ഇത്രയെങ്കിലും കിട്ടി എന്ന് കരുതി പുറത്തേക്ക് പോന്നു. എന്നാലും അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി, തന്നെക്കൊണ്ട് ഇത് മുഴുവനായിട്ട് ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലല്ലോ. ജനങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള നന്മയുടെ അദ്ദേഹത്തിൻ്റെ സ്തോത്രങ്ങളിലൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞൊരു വാക്കുണ്ട്, ശങ്കരം ലോകശങ്കരം എന്നാണ് പറയുക. ശങ്കരൻ ലോകത്തിന് നന്മയെ ചെയ്യണമെന്ന്. ലോകശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് നന്മയെ ചെയ്യണം. ഈ ലോകശങ്കരനാവണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും
മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അർപ്പിച്ചവനായിരിക്കും. അതുകൊണ്ടാണ് ആ 32 വർഷത്തെ ജീവിതം, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം പ്രൊഡക്റ്റീവായിരുന്നിരിക്കും അദ്ദേഹം. അതിൽ എസ്പെഷ്യലി ആ ലാസ്റ്റ് 16 ഇയേഴ്സ്. കാരണം 12 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം ഗീതയ്ക്കൊക്കെ ഭാഷ എഴുതി കഴിഞ്ഞു. എഴുത്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു 16 വയസ്സായപ്പോഴേക്കും. 16 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 16 വയസ്സിൽ മരിക്കണമായിരുന്നു, ശരീരം വിടണമായിരുന്നു. വ്യാസമഹർഷി വന്നിട്ട് പറയണം, അല്ല ആയിട്ടില്ല, നീ ഒരു 16 കൊല്ലം കൂടെ ഞാൻ നടക്കി തരാം, നീ ഇതൊക്കെ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ 16 കൊല്ലത്തിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ധർമ്മപ്രചരണം നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പാവം ഇത് കിട്ടണത്. അപ്പം തൻ്റെ മിനിമം സമയത്തിൽ വേണം അദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. റെഡിമെയ്ഡായിട്ട് ആ ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചേനെയായിരുന്നു. അത് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിനെ ബാധിച്ചു. ആ അമ്മ പരാശക്തി ഇത്ര സ്നേഹത്തോടെ തന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ സാധിക്കാണ്ട്, ലോകത്തിന് നന്മയാകാൻ സാധിക്കാണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചപ്പോൾ ആ അമ്മയുടെ ഒരു കൽപ്പന കേട്ടു. അത്ര വിട്ടുപോയ 51 ശ്ലോകങ്ങളെ നീ തന്നെ പൂർത്തിയാക്ക്, എനിക്കതാണ് സന്തോഷം, അത് നീ എഴുതണം, അതിനാണ് ഞാൻ അങ്ങനെ ഒരു നാടകം അവിടെ വെച്ചത്, അതുകൊണ്ടാണ് അത് നിന്നെ വിട്ടുപോയത്. നോക്കൂ എത്ര വലിയ ഒരു സർട്ടിഫിക്കേഷനാണ്. അതായത് സാക്ഷാൽ മഹാദേവൻ എഴുതിയ 100 ശ്ലോകം, അതിൽ 59 ശ്ലോകവും പോയി, മെജോറിറ്റി പോയി. കുറച്ച് കയറിയ മെജോറിറ്റി ആണോ അത്? കറക്റ്റ് 50-50 അല്ല പോയത്. 20 ശ്ലോകം 10 ശ്ലോകം അല്ല പോയത്. 59 ശ്ലോകം നഷ്ടപ്പെട്ടു. എന്നിട്ട് അമ്മ പറയണം, അത് നീ എഴുതി പൂർത്തിയാക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ആ ശങ്കരൻ സാക്ഷാൽ ശിവൻ തന്നെ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. ഈ വിധത്തിൽ ഒരു കൽപ്പന ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഉടനെ അവിടെ തന്നെ ഇരുന്ന്, എവിടെ നിന്നാണോ ആ കൽപ്പന കേട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ഡാം തുറന്ന പോലെ ഇരുന്ന് അങ്ങോട്ട് അമ്മയെക്കുറിച്ച് അംഗപ്രത്യംഗ വർണ്ണനയായിട്ട് തല തൊട്ട് കാല് വരെ, ശിരസ് തൊട്ട് പാദം വരെ വർണ്ണിച്ചിട്ട് 100 ശ്ലോകങ്ങൾ അങ്ങോട്ട് പൂർത്തിയാക്കിയിരുന്നു. അതിൽ ആദ്യത്തെ 41 ശ്ലോകം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മന്ത്രശാസ്ത്രമാണ്. അത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ അനുഭവിക്കാൻ സാധിക്കുക. ഈ മന്ത്രയോഗം, കുണ്ഡലിനിയെക്കുറിച്ചിട്ടുള്ള യോഗവിദ്യയുടെ യോഗം, ഇതൊക്കെ ആ ഭാഗത്തിലുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 41 ശ്ലോകത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അടി ഉറപ്പാണ്. വിപരീത ഫലങ്ങൾ ഭയാനകമായിട്ട് വരും. പക്ഷേ നമ്മളൊരു കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ എളുതരത്തിലെടുക്കാൻ പറ്റില്ല. ഭക്തി കൊണ്ട് അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് സമീപിക്കാൻ പറ്റില്ല. എന്നാൽ അതേസമയം ആ 41 കഴിഞ്ഞു വരുന്ന ശ്ലോകങ്ങളിൽ അമ്മയെ സ്തുതിക്കുന്ന ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ആദ്യത്തെ 41 കടുത്ത ചിട്ടവട്ടങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അവിടെ ഒരു ആശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട്. കഠിനമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, ഉഗ്രമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, ലളിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരൊറ്റ സ്തോത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈശ്വരനെ ആരാധിക്കുമ്പോൾ ഏത് മാർഗം എടുത്താലും നമ്മൾ ജപിക്കുക, ധ്യാനിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, തീർത്ഥാടനം നടത്തുക, പുണ്യസ്നാനങ്ങൾ ചെയ്യുക, എന്ത് ചെയ്താലും വ്രതങ്ങളെടുക്കുക, അതിലൊക്കെ ഒരു ഓർഡർ വേണം, ഒരു ചിട്ട വേണം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നത് നാരായണനില്ല. അവിടെ ഭക്തി എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകും. അച്ഛനിലെത്തുമ്പോൾ, മഹാദേവനിലെത്തുമ്പോൾ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം വരും. അമ്മയിലെത്തുമ്പോൾ ചിട്ടയ്ക്കാണ് പ്രാധാന്യം. ഡിസിപ്ലിൻ കംസ് ഫസ്റ്റ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ദേവിയെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ശിക്ഷയും വരും. അതുകൊണ്ടാണ് എപ്പോഴും ദേവീക്ഷേത്രങ്ങളിൽ തൊഴുമ്പോൾ, ദേവിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 10 ഇരട്ടി ശ്രദ്ധ കൂടും. മറ്റുള്ളവരെ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, 10 ഇരട്ടി ശ്രദ്ധ കൂടെ കൊടുക്കണം. ഗുരുവായൂരൊക്കെ പോലുള്ള ഹൈബ്രിഡ് സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ, തിരുപ്പതി പോലുള്ള ഹൈബ്രിഡ് സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ, ഞാൻ എന്താ ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ അവിടെ നമ്മൾ കരുതുന്ന മാതിരി പ്യുവർ നാരായണൻ അല്ലെങ്കിൽ പ്യുവർ ശിവൻ അങ്ങനെയല്ല. ദേവി കലർന്നിട്ടുണ്ട്, സുബ്രഹ്മണ്യം കലർന്നിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ ഗണപതി കലർന്നിട്ടുണ്ടാവും. അതൊക്കെ സാധകർ അതാത് കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശക്തിവിശേഷങ്ങളാണ്. ഇപ്പം ഏറ്റുമാനൂർ ഫോർ എക്സാമ്പിൾ, ഏറ്റുമാനൂരപ്പൻ തുടക്കകാലത്ത് ശുദ്ധപഞ്ചാക്ഷരമായിരുന്നു. ആരെന്ത് ചോദിച്ചാലും ഇങ്ങനെ ഇരിക്കും. ശുദ്ധപഞ്ചാക്ഷരം അങ്ങനെയാണ്, ഇനർട്ടാണ്. ശിവൻ ഒറ്റയ്ക്കിരുന്ന ഒരു റെസ്പോൺസും കിട്ടില്ല. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യില്ല. അദ്ദേഹം
ശുദ്ധ ബ്രഹ്മമായതുകൊണ്ട് അദ്ദേഹത്തിന് ലോകമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ഇവിടുന്ന് ഒന്നും അറിയൂല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഭാഗവതം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ അവതാരം എടുക്കാൻ ഈ ഭൂമി ദേവിയും ബ്രഹ്മാവും ഒക്കെ പോയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് നാരായണ നീ എടുക്കണം, അവതാരം എടുക്കണം എന്ന് പറയുമ്പോൾ മാത്രം ഭഗവാൻ അവതാരം എടുത്തിട്ട് വരണത്? അതെന്താ മൂപ്പർക്ക് അവിടെ കിടന്ന് അറിയില്ലേ എന്ന് സാധാരണ ചോദിക്കും. അറിയില്ല. പരബ്രഹ്മത്തിന് ദ്വൈതമായിട്ടുള്ള പ്രപഞ്ചത്തിൽ മായയിൽ നടക്കണതൊന്നും അറിയാൻ വഴിയില്ല. അതിനെ അറിയിക്കണം. അതിനാണ് കൂട്ടപ്രാർത്ഥന നടത്തേണ്ടത്. അതിനാണ് ഭൂമിദേവി പോയിട്ട് പശുവിൻ്റെ രൂപത്തിലും അല്ലാണ്ടൊക്കെ പോയിട്ട് ഭഗവാനെ ഭൂമിയിൽ ഭാരം വർദ്ധിച്ചു എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം അതാണ്. ശുദ്ധാവസ്ഥയിൽ അറിയില്ല. എങ്ങനെയാണോ ഒരു യോഗി പുറത്ത് നടക്കണതൊന്നും അറിയാണ്ട് ചെതൽപ്പുറ്റിൻ്റെ അകത്ത് കാലാകാലങ്ങളാ ബോധമായിട്ടിരിക്കണത്, ഒരു ചേഞ്ചും ഇല്ലാണ്ട്, അതേപോലെയാണ് ബ്രഹ്മത്തിൻ്റെ അവസ്ഥ. അതിനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ അത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അത് കൊണ്ടുവരാൻ സഹായിക്കേണ്ടത് അമ്മയാണ്. അമ്മ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദേവതയെ സമീപിക്കുമ്പോൾ അമ്മയുടെ കാര്യങ്ങളിൽ ചിട്ടയ്ക്ക് പരമപ്രാധാന്യമാണ്. സൗന്ദര്യലഹരിയുടെ കാര്യത്തിലും അതുപോലെ ബാഹ്യശുദ്ധിയും ആന്തരിക ശുദ്ധിയും വളരെയധികം വേണം. 3 കാര്യങ്ങളാണ് മനുഷ്യന് ശുദ്ധി പാലിക്കാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ നമുക്ക്. ത്രിവിധ കരണങ്ങളെന്ന് പറയും: ശരീരം, മനസ്സ്, വാക്ക്. ഇതിലേതെങ്കിലും ഒന്നിൽ അശുദ്ധി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ചില ആൾക്കാരുണ്ട്, നന്നായി കുളിക്കും, മനസ്സും കുഴപ്പമില്ല തോന്നും, പക്ഷെ വായ മോശം വാക്കുകളൊക്കെ പറയും, ശരിയല്ലാത്ത രീതിയിൽ വർത്തമാനം പറയും, ആൾക്കാരെ നോവിക്കുന്ന രീതി വർത്തമാനം പറയും, അസഭ്യ വാക്കുകൾ വർത്തമാനം പറയും. ഈ അസഭ്യവും എവിടെ അസഭ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവധൂതൻ അസഭ്യമല്ല. കാരണം അവൻ അതും ബ്രഹ്മാണ്. നമ്മൾ അതിൽ കൊടുക്കുന്ന ഇൻറ്റൻഷനാണ് പ്രശ്നം. നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു അറിവുകാരനുണ്ട്, അവൻ എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനിയാവണമെന്ന് ചോദിച്ചാൽ അവൻ അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അവിടെ അത് കഥ മാറി. പക്ഷെ ആ ബോധം വളരെ ഉയർന്നത്, എല്ലാവർക്കും അത് കിട്ടില്ല. നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയാറ്, എല്ലാ പ്രഭാഷണത്തിലും പറയാറുള്ളത്, ഗൃഹസ്ഥന്മാർ രാവിലെ തൊട്ട് രാത്രി വരെയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ നല്ലത് തെറ്റെന്ന് നോക്കാതെ സമർപ്പിച്ചുകൊണ്ടേ പോവുക. കുറച്ച് കഴിയുമ്പോൾ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യകാലത്ത് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അപ്പോഴും ക്ലാസിഫൈ ചെയ്തിട്ട് നല്ലത് ഭഗവാനെ, മറ്റേത് അവർക്ക് കൊടുക്കരുത്. അങ്ങനെ വെക്കരുത്. നമ്മളെ ആൾക്കാർ അംഗീകരിച്ചോ സന്തോഷം കൊടുത്തേക്കണം, അപമാനിച്ചോ ദുഃഖത്തെ കൊടുത്തേക്കണം, ചീത്ത പറഞ്ഞോ അതും കൊടുത്തേക്കണം, നല്ലത് പറഞ്ഞോ അതും കൊടുത്തേക്കണം, സുഖമായിട്ട് ഉറങ്ങിയോ ആ സുഖത്തെ കൊടുത്തേക്കണം, ഉറങ്ങിയില്ലേ രാത്രി മുഴുവൻ എണീച്ചിരുന്ന് ദുസ്വപ്നം കണ്ട് ഭ്രാന്തായി രാവിലെ എണീച്ചാൽ അതും കൊടുക്കണം. കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ സമർപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ താനെ ആന്തരികമായിട്ട് ശുദ്ധി വരും. എല്ലാറ്റിലും ഭഗവാനെ എവിടെയൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കുമല്ലോ അതൊക്കെ ശുദ്ധമാണ്. എവിടെ ഭഗവാനെ കാണാൻ സാധിക്കില്ലയോ അത് അശുദ്ധമാണ്. ഇത് ഞാൻ സ്ഥിരം പറയാറുള്ള കാര്യമാണ്. ആ കാഴ്ച തരേണ്ടത് ദേവിയാണ്. അതിനാണ് നമ്മൾ അമ്മയെ ആരാധിക്കേണ്ടത്. ആ അമ്മയാണ് മാർഗം. അമ്മയിൽ കൂടെ അച്ഛനിൽ എത്താൻ സാധിക്കുള്ളൂ. ഇത് അതിസുന്ദരമായിട്ട് കേശാതിപാതമായിട്ട് മന്ത്രസ്വരൂപമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഈ സൗന്ദര്യലഹരി എന്ന് പറയണ മഹാകൃതിയിൽ. അതിൽ 44-ാമത്തെ ശ്ലോകത്തിലാണ് ആകെ ആ വാക്ക് സൗന്ദര്യലഹരി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എന്തിനാണ് ഈ നന്ദികേശ്വരൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? എന്തിനാണ് ഈ എന്താ പറയുക ആദ്യത്തെ ഭാഗം ഇത്ര ഭാഗം അത് ഇത്ര ശ്ലോകങ്ങൾ തന്നെ മന്ത്രഭാഗമായത്? അത് 59 ശ്ലോകങ്ങൾ എന്തുകൊണ്ടാണ് ദേവിയുടെ കേശാധിപാത വർണ്ണന സ്വഭാവത്തിലായത് എന്നൊക്കെ ഗുപ്തമായിട്ടുള്ള രഹസ്യങ്ങളാണ്. നമ്മളെപ്പോഴും കഥ കേട്ട് ആ കഥയെ അതേപടി അങ്ങോട്ട് വിഴുങ്ങും. പക്ഷെ സൗന്ദര്യലഹരിയുടെ കാര്യത്തിൽ ഒരു കഥ പറയുമ്പോൾ ആ കഥയുടെ അകത്ത് തീർച്ചയായിട്ടും ഉപാസകർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. ആചാര്യസ്വാമികൾ നന്ദികേശ്വരൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു പറിച്ചു കൊണ്ടുവന്നു എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആചാര്യസ്വാമികളെ തട്ടിപ്പറിക്കുമ്പോൾ നന്ദികേശ്വരനെ പോലെ ഇത്രയും ശക്തനായിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ അത് ഇവിടെ വയ്ക്കേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ വയ്ക്കും. മുഴുവനും കൊടുത്തിട്ട് വരുമായിരുന്നു. അതും നടന്നിട്ടില്ല. തട്ടിപ്പറിച്ചു എന്നാണ് പറയുന്നത്. വളരെ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞൊരു ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ് മഹാത്മാക്കളായിട്ടുള്ള 2 ആൾക്കാർ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഒരു രഹസ്യം ഉണ്ടായിരുന്നിരിക്കണം. അത് ദേവിയുടെ നിശ്ചയമാണ് എന്ന് മാത്രം പറഞ്ഞിട്ടാണ് അത് വിടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട രഹസ്യമാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇപ്പം മന്ത്രശാസ്ത്രം ആവട്ടെ, കുണ്ഡലിനി യോഗ ആവട്ടെ, ശ്രീചക്രത്തെക്കുറിച്ചാവട്ടെ, ഇനി അമ്മയുടെ സൗന്ദര്യവർണ്ണന കൊണ്ട് നമുക്കുണ്ടാവണ ഭക്തിപ്രകർഷമാവട്ടെ,
ഇതൊക്കെ സൗന്ദര്യലഹരിയുടെ അകത്ത് വളരെ വിസ്തരിച്ചു കൊടുക്കണം. കൈലാസത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള 100 ശ്ലോകങ്ങളിൽ 41 കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയായിരുന്നു 100 59 നമുക്ക് ഇന്നും അറിയില്ല. അതിനെക്കുറിച്ച് യാതൊരു ആവശ്യമില്ല. ഒരു പക്ഷെ മനുഷ്യലോകത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നിരിക്കാം അത്. നമുക്കത് ആവശ്യമില്ല. നമ്മൾ പറയില്ലേ, കുട്ടികൾ വന്നിട്ട് ചില കാര്യം നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുന്നത് പോലെ ഭഗവാൻ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളായിരുന്നിരിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളെ ആചാര്യസ്വാമികൾ അതിൽ എഴുതി ചേർത്ത് തന്നിട്ടുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഗ്രന്ഥത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് തന്നെ ദേവിയുടെ സ്വരൂപ വർണ്ണനയായതുകൊണ്ട് അത് പ്രകൃതിയുടെ സമ്പൂർണ്ണ വർണ്ണനയാണ്. പ്രകൃതിയുടെ സമ്പൂർണ്ണ വർണ്ണനയാണ്. സൗന്ദര്യലഹരി ഒരു പ്രാവശ്യം നന്നായിട്ട് വായിച്ചാൽ ദേവിയുടെ രൂപലാവണ്യം അവിടെ പറയുമ്പോൾ പ്രകൃതിയുടെ രൂപലാവണ്യത്തിനെയാണ് അവിടെ വർണ്ണിക്കുന്നത്. അതിന് ഓട്ടു നേച്ചറാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും. എങ്ങനെയാണോ ദേവിയുടെ ഒരു വിഗ്രഹത്തിനെ നല്ല മിടുക്കനായിട്ടുള്ളൊരു ശില്പി ഇങ്ങനെ ചിസൽസ് വെച്ചിട്ട് കൊത്തി 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 എടുക്കണം, അതുപോലെ അക്ഷരം കൊണ്ട് ഇങ്ങനെ കൊത്തി 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 എടുത്തിരിക്കുകയാണ്. ബേസിക് സാൻസ്ക്രിറ്റ് അറിഞ്ഞിട്ട് തന്നെ ചെല്ലി പഠിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഇത് നന്നായിട്ട് ഉറക്കെ ചെല്ലി ശീലിച്ചാൽ, കുട്ടികളെ കൊണ്ട് ചെല്ലി പഠിപ്പിച്ചാൽ ഉച്ചാരണം നന്നാവും. ഓരോ അക്ഷരം എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് ഇത് ഉച്ചരിച്ച് പഠിച്ചാൽ 2 ഇതങ്ങനെയാണ്. വിഷ്ണു സഹസ്രനാമത്തിനും ആ ക്വാളിറ്റി ഉണ്ട്, സൗന്ദര്യലഹരിക്കും ഉണ്ട്. വൃത്തിയായിട്ട് ചെല്ലി പഠിച്ചാൽ ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിം ജകരുണ ഇതിസ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതിയ. അതിൽ തന്നെ താ ധാ ധ എത്ര എണ്ണം വരണം കണ്ടില്ല. തദൈവത്വം തസ്മൈ. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ നാക്ക് നല്ല വഴക്കം കിട്ടും. ഇത് ചെല്ലിപ്പടിക്കുക. നാക്ക് ഉറച്ചാലേ ഉറച്ച് ജപിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പലരും ഈവൻ സൗന്ദര്യലഹരിയൊക്കെ പോട്ടെ, നമ്മൾ സാധാരണ ഒരു നാമം ജപിക്കുന്നത് ഉറച്ച് ജപിക്കാത്ത ആൾക്കാരാണ്. ഉറച്ച് ജപിക്കില്ല, ഉറച്ച് ജപിക്കണം. ശ്രീധ ശ്രീശ ശ്രീകര അങ്ങനെ നമ്മൾ ആ നിർത്തി 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 ഓരോ അക്ഷരം കൊടുത്തിട്ട് ജപിക്കുമ്പോണ്ടല്ലോ അതുണ്ടാക്കുന്ന ആ കമ്പനം, വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിലും നാഡികളെ ശുദ്ധിപ്പെടുത്തും, അതേപോലെ പരിസരങ്ങളെ ശുദ്ധിപ്പെടുത്തും, കേൾവിക്കാരെയും ശുദ്ധിപ്പെടുത്തുന്നുള്ളതാണ്. അപ്പം സൗന്ദര്യലഹരിയൊക്കെ ശരിക്ക് ആ വിധത്തിൽ ഉറച്ചുറച്ച് ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. അതേമാതിരി എന്തുകൊണ്ട് സൗന്ദര്യലഹരി എന്ന് കൊടുത്തു എന്നുള്ളതിന് അർത്ഥം 2 തരത്തിൽ പറയാറുണ്ട്. അതിലൊരർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ എന്തൊക്കെ പുഷ്ടിയായിട്ടിരിക്കണോ, സൗന്ദര്യമായിട്ടിരിക്കണോ അതിനെ എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അത് ബ്രഹ്മാനന്ദത്തിൻ്റെ ലഹരിയാണെന്നുള്ളത് കൊണ്ട് അപ്പോൾ പ്രകൃതിയായിട്ടും അതിനെ വർണ്ണിക്കാം, പ്രകൃതിയുടെ സൗന്ദര്യമായിട്ടും വർണ്ണിക്കാം, ബ്രഹ്മാനന്ദത്തിൻ്റെ സൗന്ദര്യമായിട്ടും അത് വർണ്ണിക്കാം. 2 കിട്ടുന്ന ലഹരി ആയതുകൊണ്ട് ശിവനും ശക്തിയും ചേർന്നിരിക്കണു അത് ആ കൃതിയിലെന്നുള്ളതുകൊണ്ട് അത് തുടങ്ങുന്നത് തന്നെ ശിവശക്തിയാന്ന് പറഞ്ഞിട്ടാണ്. 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ തലവാചകം തന്നെ തുടങ്ങുന്നത് ശിവശക്തിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ശിവനെ മാത്രം വർണ്ണിച്ചാണ് ശിവാനന്ദലഹരി. ശിവാനന്ദലഹരി എന്ന് പറഞ്ഞിട്ട് വേറൊരു കൃതിയുണ്ട് അപ്പുറത്ത്. ഗളന്തി എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഉള്ള ഒരു കൃതി അവിടെയുണ്ട്. അപ്പം ഞാനീ ഏകദേശം എല്ലാം ഒന്ന് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ദേവിയുടെ സ്വരൂപമാണ് ഈ സ്തുതി എന്ന് മനസ്സിലാക്കുക. ലളിതാപരമേശ്വരിയെ ആരാധിക്കാൻ ഇതിലും മികച്ച ഒരു സ്തോത്രം വേറെ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ കാര്യം പറഞ്ഞു. ശിവശക്തിയാത്മകമാണ് ഈ പ്രപഞ്ചം എന്ന് കാണിക്കാൻ വേണ്ടി, അതാണ് അതിൻ്റെ ബീജം എന്ന് കാണിക്കാൻ വേണ്ടി ശിവശക്തിയായുക്തം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഈശ്വരന് സമർപ്പിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. അതാണ് യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സമർപ്പണമാണെന്ന് കാണിക്കാൻ ജപോജൽപഹ എന്നുള്ള ആ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിന് എന്തുകൊണ്ട് ഇത് ലഹരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് 44-ാമത്തെ ശ്ലോകത്തിൽ തനോദുക്ഷേമം നസ്തവദന സൗന്ദര്യലഹരി പരീവാഹ സ്രോതസരണിരിവസീമന്ദസരണി വഹന്തി സിന്ദൂരം പ്രബലകബരീ ഭാരതിമിര ദ്വിഷാം ബൃന്ദൈർബന്ധീകൃതമിവ നവീനാർക്കകിരണം. തൊണ്ട വരുന്നില്ല, വയ്യ, അങ്ങോട്ട് ഞാനങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അതായത് നമുക്കൊക്കെ അമ്മ ക്ഷേമം തരട്ടെ. എന്തിനാ ക്ഷേമം തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ
അമ്മയുടെ സീമന്തരേഖ, ദേവിയുടെ ഈ സീമന്ത രേഖയുണ്ടല്ലോ, ഈ സിന്ദൂരം തുടരുന്ന രേഖ, ആ രേഖ നമുക്കൊക്കെ ക്ഷേമം തരട്ടെ എന്ന്. അമ്മയുടെ സീമന്തരേഖയുടെ പ്രത്യേകത എന്താ? അമ്മ നിത്യസുമംഗലിയാണ്. നിത്യസുമംഗല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ടുകളിൽ തന്നെ വരും. ഭാഗ്യത ലക്ഷ്മി പാരമ്മ എന്നുള്ള പാട്ട് ആലോചിച്ച് നോക്കും, അതിലൊരു വരിയുണ്ട്, നിത്യസുമംഗല എന്ന് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമ്മയുടെ സൗമംഗല്യം നമുക്ക് ഭാഗ്യത്തെ തരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ശിവനെ അറിയട്ടെ, ബ്രഹ്മത്തെ അറിയട്ടെ, ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതായത് ആ സാക്ഷാത്കാരം നമുക്ക് ഉണ്ടാവട്ടെ. മനസ്സിലാക്കാൻ സാധിക്കില്ല, അതിനെ അങ്ങനെ സാധിക്കട്ടെ എന്ന്. അതിനെ ആ ശ്ലോകത്തിനെ തന്നെ അനവധി വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ 44-ാമത്തെ ശ്ലോകം എഴുതുമ്പോഴായിരിക്കും ആചാര്യസ്വാമികൾക്ക് ഇതിന് സൗന്ദര്യലഹരി എന്ന് പേരിടാൻ തോന്നിയത്. കാരണം ഈ ഹോൾ കൃതിയുടെ ടൈറ്റിൽ ഇരിക്കുന്നത് 44-ാമത്തെ ശ്ലോകത്തിലാണ്. തനോദുക്ഷേമം നസ്തവ വദന സൗന്ദര്യലഹരി. ദേവിയുടെ എന്നിട്ട് ആ പരീവാഹ സ്രോതസ്സരണിരിവ സീമന്തസരണി എന്നാണ്. അപ്പോൾ സൗന്ദര്യലഹരി എന്നുള്ള പേര് എവിടുന്നാന്നും കൂടെ വന്നതും നമ്മളതിൽ സൂചിപ്പിച്ചു. വൈകാണ്ട് വിസ്തരിച്ചിട്ട് സൗന്ദര്യലഹരിയുടെ ശ്ലോകം ബൈ ശ്ലോകമായിട്ടൊരു യജ്ഞമോ എന്താ പറയുക, ഒരു പ്രഭാഷണ പരമ്പരയോ ചെയ്യാനുള്ളൊരു സാധ്യത ഒത്തുവരുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അനവധി ദിവസങ്ങളായിട്ടാണ് ചെയ്യാൻ അത് ഒരു സംഘടന ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അദ്വൈതത്തിൻ്റെ മാർഗത്തിൽ കൂടെ അതിനെ കണ്ടെത്തിക്കൊണ്ടു പോകുന്നതാണ്. താന്ത്രികമായിട്ടൊക്കെ അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. യോഗമാർഗത്തിൽ അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. വേദാന്ത മാർഗത്തിൽ അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗൃഹസ്ഥർക്ക് ഇതിനെ എങ്ങനെ ഉപയുക്തമാക്കാം. ഉപാസകർക്ക് വേണ്ടിയിട്ട് അനവധി മെറ്റീരിയലുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 36 വ്യാഖ്യാനങ്ങളും അത്രയും മനോഹരമാണ്. നമുക്ക് എന്താ പറയുക, ഒരു പുരുഷായുസ് കൊണ്ടൊന്നും പഠിച്ചാൽ പോലും തീരാത്ത അത്രയ്ക്ക് ഗഹനമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുമാണ്. എന്നാലും ആ വ്യാഖ്യാനങ്ങളൊക്കെ നാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ സാധിക്കും. അമ്മ അതിനനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാനിത് ഇവിടെ കൊടിക്കുന്നിൽ ഭഗവതിയുടെ ഈ ദിവ്യ തേജസ്സിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ആ ബ്രഹ്മാനന്ദ ലഹരിയെ തരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട്, വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമാണ്. എന്തെങ്കിലും നല്ലത് പറഞ്ഞെങ്കിൽ അത് ഗുരുവായൂരപ്പൻ പറഞ്ഞാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വാക്ക്, ഒരു ശബ്ദം പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിന് എൻ്റെ എല്ലാവിധ നന്മയോടും തെറ്റുകുറ്റങ്ങളോടും കൂടിയിട്ട് അമ്മയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണം. അമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യോന പ്രചോദയാത്. അമ്മേ ശരണം. ഭദ്രേ ശരണം.